നമസ്കാരം. ഒരു പ്രസ്ഥാനം ഉടലെടുക്കുന്നതും അതിൽ വ്യക്തികൾ അംഗങ്ങളാകുന്നതും കേരളത്തിൽ പുതുമയൊന്നുമല്ല. എന്നാൽ അംഗത്വം സ്വീകരിച്ച ഒരു വ്യക്തി പോലും പ്രസ്ഥാനം ഉപേക്ഷിക്കാതെ സാമൂഹികമായും സാമ്പത്തികമായും പുരോഗമനത്തിന്റെ പാതയിൽ മാത്രം യാത്ര ചെയ്യുന്നത് ഒരുപക്ഷെ ചരിത്രത്തിലാദ്യമായിരിക്കും. കുടുംബശ്രീ എന്ന സ്ത്രീ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകതയും ഇതുതന്നെയാണ്. ദൂരദർശനും കുടുംബശ്രീയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ അവസാനഘട്ട മത്സരവേദി പുരോഗമിക്കും. എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യ റൗണ്ടിൽ മികവുറ്റ പ്രകടനമാണ് കോഴിക്കോട് ജില്ലയിലെ പുതുപ്പാടി CDS കാഴ്ചവെച്ചത്. അവസാനഘട്ടത്തിലെ 16 CDSകളിൽ ഒന്നായ കോഴിക്കോട് ജില്ലയിലെ പുതുപ്പാടി CDSനെ നമുക്ക് സ്വാഗതം ചെയ്യാം ഈ വേദിയിലേക്ക്. പുതുപ്പാടി CDSന്റെ പുരോഗമനം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന കുടുംബശ്രീ പ്രവർത്തകരെ നമുക്കൊന്ന് പരിചയപ്പെടാം. വേലായുധൻ, പുതുപ്പാടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ്. ബിന്ദു സാമി, കുടുംബശ്രീ CDS വൈസ് ചെയർപേഴ്സൺ. ഹേമലത UP, പുതുപ്പാടി CDS ചെയർപേഴ്സൺ. റോസി പൗലോസ്, പുതുപ്പാടി CDSന്റെ മുൻ ചെയർപേഴ്സൺ. ഐഷക്കുട്ടി സുൽത്താൻ, പുതുപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. നമുക്ക് ഇന്നത്തെ ജഡ്ജസ് ആരൊക്കെയാണെന്ന് അറിയാം. ലായി ബേക്കർ സെന്റർ ഫോർ ഹാബിറ്റാറ്റ് സ്റ്റഡീസിന്റെയും കോഴ്സ് ബോർഡിന്റെയും ചെയർമാനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ KP കണ്ണൻ, മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും എന്റെ ഭൂമി ട്രസ്റ്റിന്റെ പ്രസിഡന്റുമായ ഡോക്ടർ നിവേദിത P. ഹരൻ, കോഴിക്കോട് സർവകലാശാല സ്ത്രീ പഠന കേന്ദ്രം മേധാവി ശ്രീമതി മിനി സുകുമാർ, തൃശൂർ കേരള കാർഷിക സർവകലാശാല കാർഷിക സ്ത്രീ പഠന കേന്ദ്രം മേധാവി ഡോക്ടർ PS ഗീതക്കുട്ടി. ഇവരോടൊപ്പം കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധരും CDS ചെയർപേഴ്സൺമാരും അടങ്ങുന്ന നിരീക്ഷക പാനലും നമുക്കൊപ്പമുണ്ട്. നമുക്ക് ഇവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പുതുപ്പാടി CDSന്റെ സംഘകൃഷിയും ആശ്രയ പദ്ധതിയും ചെറുകിട സംരംഭങ്ങളും ആദ്യഘട്ടത്തിൽ തന്നെ കയ്യടി നേടിയിരുന്നു. ഈ ചിത്രങ്ങൾ ഒരു തവണ കൂടി നമുക്ക് കാണാം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കുടുംബശ്രീയുടെ കയ്യും പിടിച്ച് ഇവർ പടുത്തുയർത്തിയത് കേരളത്തിന്റെ കാർഷിക വികസന മേഖലയുടെ ആത്മാവിലേക്കാണ്. കുടുംബശ്രീ CDSന്റെ പേരിൽ കിസാൻ ഗ്രൂപ്പ് 9 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തു വരുന്നുണ്ട്. 20 വർഷമായിട്ട് ഇങ്ങനെ കൃഷി ചെയ്തു വരുന്നുണ്ട്. വെയിലിന്റെ തീക്ഷ്ണതയിൽ മാത്രം കൃഷി ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് കൈതച്ചക്ക. തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന പഴമൊഴി ഇവിടെ യാഥാർത്ഥ്യമാക്കി കാണിക്കുകയാണ് നാലംഗമടങ്ങുന്ന ഈ കുടുംബശ്രീ പ്രവർത്തകർ. മലചെരുവിന്റെ പാറയിടുക്കിൽ കുത്തിയിറക്കിയ ഉണങ്ങിയ പാവൽ കമ്പുകൾ തലയ്ക്ക് മുകളിൽ ആകാശത്തോളം ഉയർന്നു പന്തലിച്ചു നിൽക്കുന്നത് കുടുംബശ്രീയുടെ ആത്മധൈര്യത്തിന്റെ വേറിട്ട മുഖമാണ്. സ്കൂളിന്റെ പടിമുറ്റം കണ്ടാൽ തിരിച്ചിറങ്ങി പോകുന്ന ആദിവാസി കുട്ടികളെ കയ്യും പിടിച്ച് അക്ഷരലോകത്തെത്തിക്കുവാൻ കുടുംബശ്രീ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട്. ബാലസഭ, അയൽക്കൂട്ട നിർമ്മാണം, പോഷകാഹാരം അടങ്ങിയ ഭക്ഷണ കിറ്റുകൾ തുടങ്ങി മെഡിക്കൽ ക്യാമ്പ് വരെ തുടർച്ചയായി നടത്തിവരുന്നുണ്ട്. മല കയറി വരുന്ന പരിഷ്കാര മനുഷ്യന്റെ കാൽപ്പാടുകളെ ഭയന്ന് ഓടിയൊളിച്ച ആദിവാസികൾ സംഘം ചേർന്ന് അയൽക്കൂട്ട നിർമ്മാണത്തിലൂടെ പരിഷ്കാരത്തിന്റെ പുതുയുഗത്തിലാണ്. ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങിയതിന് ശേഷം നല്ല വരുമാനം ഉണ്ടാവുകയും എൻ്റെ വീടും കുടുംബവും നല്ല രീതിയിൽ എനിക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളെ നല്ലപോലെ പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെല്ലാം കാരണക്കാര് പുതുപ്പാടി പഞ്ചായത്തിലെ കുടുംബശ്രീയാണ്. കുടുംബശ്രീയുടെ കീഴിൽ മനോധൈര്യത്തോടെ നിരത്തിലിറങ്ങിയ 9 അംഗ സംഘത്തിന്റെ കരങ്ങൾ വളയം പിടിക്കുന്നത് സമൂഹത്തിന്റെ വീഥിയിലാണ്. 270 സംരംഭങ്ങളിൽ പശു, ആട്, കോഴിഫാം തുടങ്ങി മുയൽ വളർത്തലിലൂടെ പല മേഖലകളിൽ വ്യവഹരിക്കുന്ന കുടുംബശ്രീ പ്രവർത്തകർ സംരംഭം എന്ന വാക്ക് വിജയത്തോടെ നമ്മുടെ മുന്നിലേക്ക് വെച്ചു നീട്ടുകയാണ്.
പാരമ്പര്യ കുലത്തൊഴിലുകൾ ഒന്നൊന്നായി മൺമറഞ്ഞു പോകുന്നത് നോക്കി നിൽക്കാൻ കുടുംബശ്രീക്ക് കഴിഞ്ഞില്ല. മൺപാത്ര നിർമ്മാണ രംഗത്തെ പുനർജനിപ്പിക്കുകയായിരുന്നു കുടുംബശ്രീ ചെയ്തത്. എന്തു പറയുന്നു ഫസ്റ്റ് റൗണ്ടിലെ പരിപാടിയൊക്കെ കണ്ടിട്ട്? ഇങ്ങനെയൊരു പരിപാടിയിൽ കുടുംബശ്രീയുടെ കാര്യങ്ങൾ ഇത്ര അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ എല്ലാവർക്കും ഒരു എന്താ പറയാ സന്തോഷവും ഒക്കെ തോന്നിയിട്ടുണ്ട് കുടുംബശ്രീക്കാർക്ക്. പിന്നെ അവർ പറഞ്ഞു നമ്മുടെ ശിങ്കാരിമേളം ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ അന്ന് നമുക്ക് എല്ലാം കൂടി ചെയ്യാൻ പറ്റൂല എന്ന് ഇപ്പൊ താഴെ തട്ടിലുള്ള എല്ലാവരെയും നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റൂലല്ലോ. നമ്മുടെ ഇവിടെ സമയപരിധിയും പരിമിതിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഇന്നത് ചെയ്തില്ലല്ലോ ഇന്നത് ചെയ്ത് ഞങ്ങളോട് ചൂണ്ടിക്കാണിച്ചായിരുന്നു. അതെന്താ അത് ഇത് ഇല്ലല്ലോ കുറച്ച് കാര്യമല്ലേ കണ്ടുള്ളൂ എന്ന്. അപ്പൊ ഞങ്ങൾ അതിനെ പറഞ്ഞു, അവരോട് കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ ആപ്ലിക്കേഷൻ മെമ്പർ ആകാൻ ഇപ്പൊ APL വിഭാഗങ്ങളിലൊക്കെ പെട്ടവരാണൊക്കെ കുറച്ചുള്ളത്. അവർക്ക് താല്പര്യപ്പെട്ട് വരുന്നുണ്ട്. കുറെ കുടുംബശ്രീ രൂപീകരിച്ച് ഒക്കെ ചെയ്യാമെന്നുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ അവരെ ഒന്നും ഒഴിച്ചു നിർത്തില്ല. കാരണം കുടുംബശ്രീ ഉണ്ടാക്കാൻ താല്പര്യമുള്ള എല്ലാവരെയും ഞങ്ങൾ ഉൾക്കൊള്ളാൻ തന്നെ ഒരു മറ്റുള്ളവരുടെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായി പഠിക്കാൻ പറ്റും? കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. മലപ്പുറത്ത് ഈ കുടിവെള്ളം കൊടുക്കുന്ന ആ ഒരു സപ്ലൈ ചെയ്യുന്ന അതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ മറ്റുള്ള CDSകളിൽ ചെയ്യുന്നത് നമുക്കും ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ചെയ്യാത്ത കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് എന്നൊരു അഭിപ്രായം ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ മിനി മാഡവും ഗീതകുട്ടി മാഡമാണ് വന്നത് നിങ്ങളുടെ സന്ദർശനത്തിനായിട്ട്. അപ്പൊ ഞങ്ങൾക്കും ബാക്കി എല്ലാവർക്കും അത് കാണണ്ടേ, പ്രേക്ഷകർക്കും ഒക്കെ. പുതുപ്പാടി CDFന്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് വിശകലനം ചെയ്യുന്നതിനായി വിധികർത്താക്കളുടെ ഒരു സംഘം പുതുപ്പാടിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. നമുക്കും ഈ യാത്രയിൽ പങ്കുചേരാം. പുതുപ്പാടി CDSന്റെ പ്രവർത്തനങ്ങൾ നേരിൽ കാണാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങളന്ന് സ്റ്റുഡിയോയിൽ വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. വളരെ ആവേശകരമായ കഥകളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വന്ന് ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നേരിൽ കാണാമെന്നാണ് വിചാരിക്കുന്നത്. ഈ CDS ഓഫീസ് ആദ്യം മുതൽ തന്നെ ഉണ്ടോ? കുടുംബശ്രീ തുടങ്ങിയ സമയം മുതൽ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് CDS ഓഫീസ് പ്രവർത്തിച്ചു വരുന്നതാണ്. ശരി. ഓഫീസ് സൗകര്യങ്ങൾ പര്യാപ്തമാണോ? കൂടുതൽ സംരംഭങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരെ നിരന്തരം മീറ്റിങ്ങുകളാണ് ഞങ്ങളിവിടെ. അപ്പൊ ആളുകൾക്ക് വരാൻ വേണ്ടി കുറച്ചും കൂടി ഒരു സൗകര്യങ്ങൾ പിന്നെ സ്ത്രീകൾക്ക് വരാനും പോകാനും ഒക്കെ സൗകര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് വളരെ അടുത്താണ് അല്ലേ? പിന്നെ CDS മെമ്പർമാരെല്ലാവരും സജീവമായിട്ട് പ്രവർത്തിക്കും. അക്കൗണ്ടന്റ് മാത്രമേ ഇവിടെ ഒരു പുരുഷനുള്ളൂ അല്ലേ? എങ്ങനെയാണ് ഇവിടുത്തെ പ്രവർത്തനമൊക്കെ? വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പൊ അതിന്റെ എടുത്തു പറയാനുള്ളത് 2003 മുതൽ ഓഡിറ്റ് ഇവിടെ ഒരു വിഷയമായിരുന്നു. ശരി. CDSന് തന്നെ ഓഡിറ്റ് ഒരു പ്രശ്നമായി നിന്ന സമയത്താണ് ഞാൻ എത്തുന്നതും തുടർന്ന് അതിന്റെ എല്ലാ രേഖകളും കംപ്ലീറ്റ് പരിശോധിച്ച് എല്ലാം അപ്ഡേറ്റ് ആക്കി ഞങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്ത് അപ്ഡേറ്റ് ആക്കാൻ സാധിച്ചു. അതാണ് പ്രധാന നേട്ടം. വളരെ നല്ലത്. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ 13-14 വർഷത്തെ ഒരു ഓഡിറ്റ് റിപ്പോർട്ടില് അപ്പൊ അതിൽ പല രജിസ്ട്രേഷന് പേര് വെച്ചിട്ട് സൂക്ഷിച്ചിട്ടില്ല, ഭാഗികമായി സൂക്ഷിക്കുന്നു, കൃത്യമായി സൂക്ഷിക്കുന്നു. ഇതിലെല്ലതും കൃത്യമായി സൂക്ഷിച്ചിരിക്കുകയാണ്. ഞങ്ങൾ 11 വാർഡുകൾ വനിതകളുണ്ട്. 21. അവരെല്ലാവരും തന്നെ പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങളാണ്. അതിൽ 5 പേര് ഇവിടെ കമ്മിറ്റിയിലുണ്ട്. ഹെൽപ്പ് ഡെസ്കിന്റെ ചാർജ് ചിന്തുഷയ്ക്കാണ് അല്ലേ? അവിടെ പരാതികളൊക്കെ കിട്ടാറുണ്ടോ? പരാതികൾ കിട്ടാറുണ്ട്. നമ്മളിപ്പം ട്രെയിനിങ് കഴിഞ്ഞിറങ്ങിയപ്പോൾ 2 പരാതിന്മേല് നമ്മൾ വ്യക്തമായിട്ട് അതിന് പരിഹാരം കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പോലീസ് ഇടപെടേണ്ടടുത്ത് പോലീസ് ഇടപെടുക, അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ജാഗ്രതാ സമിതിക്ക് കൈമാറിയിട്ട് പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ് അടങ്ങുന്ന ആ സമിതിയിൽ ഇരുന്നിട്ട് അതിനൊരു പരിഹാരം കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. തുടക്കം മുതലേ ഉള്ള 4 പേര് എപ്പോഴും ഉണ്ട്.
ആടുകളെ വിൽക്കാൻ തുടങ്ങിയോ? വിൽക്കാൻ തുടങ്ങിയില്ല. ഞങ്ങൾക്ക് വിൽക്കാന് ഇപ്പൊ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഈ ആടുഗ്രാം വന്നത് കൊണ്ട് ഈ പുതുപ്പാടി പഞ്ചായത്തിൽ ആടിന് ലേശം വിലക്കുറവായിട്ടാണ് ഞങ്ങൾക്ക് കാണുന്നത്. ഒരുപാടുണ്ട്. അപ്പൊ അതിനൊരു മാർക്കറ്റിംഗും കൂടെ ഞങ്ങള് ആലോചിക്കുന്നുണ്ട്. എങ്ങനെ ആലോചിക്കുന്നത്? എന്ത് സംവിധാനം? അല്ല, തൂക്കത്തിന് പഞ്ചായത്തും കൂടി ആലോചിച്ചിട്ട് എങ്ങനെയാ ഇറച്ചിയായിട്ട് വിൽക്കാൻ? ഇറച്ചി മുട്ടന്മാരാ ഉള്ളതിന് ആദ്യം അങ്ങ് വിൽക്കുക. പെട്ടകളെ പിന്നെ ആൾക്കാർ വന്ന് എടുത്തോളും, വാങ്ങിക്കോളും. മുട്ടന്മാർ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ആരും എടുക്കൂല. ഞങ്ങൾക്ക് വളക്കാനും ബുദ്ധിമുട്ടാ. അപ്പൊ അവർക്കൊരു മാർക്കറ്റിംഗ് പഞ്ചായത്തിനോട് ഞങ്ങൾക്ക് ആലോചിക്കണം എന്നോർത്തായിരിക്കുന്നത്. ചന്തയൊക്കെ സംഘടിപ്പിച്ച് അവര് മറ്റു പഞ്ചായത്തിൽ നിന്ന് വന്ന് വാങ്ങാറുണ്ടോ? ഇതുവരെ ഞങ്ങൾക്ക് വിൽപ്പനയ്ക്ക് ആയിട്ടില്ല. ഞങ്ങൾ എടുത്തതിന് ശേഷം ഒരു പ്രസവം എല്ലാവരും തന്നെ കഴിഞ്ഞു. രണ്ടാമത് ശനി ആയേക്കുന്നു എല്ലാവർക്കും തന്നെ. ഇതിനെ വളർത്തുന്നതല്ലാതെ വീട്ടിലെ മറ്റു ജോലികളും ചെയ്യണല്ലോ. എങ്ങനെ രണ്ടും കൂടെ എങ്ങനെ കൊണ്ടുപോകുന്നു? ഞങ്ങള് ഇവിടങ്ങളിൽ ഒരു 3 മണിയൊക്കെ ആകുമ്പോ ഞങ്ങൾ ആടുകളെ അഴിച്ചുവിടും. അപ്പത്തേക്ക് വീടുകളിലെ എല്ലാ പണി തീർക്കും. ഇനി മഴക്കാലമായ ഞങ്ങളുടെ ഇതുവരെയുള്ള അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ തീരും. പിന്നെ സൗകര്യം പോലെ കുറച്ച് പുല്ലൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ കുറച്ച് തീറ്റയുണ്ട്. എന്ത് തീറ്റ? പുളിപ്പൊടി കൊടുക്കും, ലേശം പിണ്ണാക്ക് കൊടുക്കും. എത്ര പശുക്കളുണ്ട് ചേച്ചി? പശുക്കൾ 8 ഉണ്ട്. 8 ബാക്കിയുള്ളതിനെ പുറത്ത് കെട്ടിയിരിക്കുക. ഒരു 1 കിലോമീറ്റർ ദൂരെയാ അവിടെ കൊണ്ട് കെട്ടിയിരിക്കുക. അതിനൊക്കെ ഇപ്പൊ രാവിലെ നിറവില്ല, വൈകുന്നേരം കൊണ്ട് അയച്ചുകൊണ്ട് വരും അല്ലേ. എത്ര ലിറ്റർ പാല് ദിവസം കൊടുക്കുന്നുണ്ട്? 55 ലിറ്റർ. എവിടെ മിൽമയിലാണോ കൊടുക്കുന്നത്? മിൽമയുടെ വണ്ടി ഇവിടെ രാവിലെ 5:45 വരും. അതുപോലെ ഉച്ചയ്ക്ക് 2:45 വരും. ഇവിടെ വെച്ചാൽ മതി. കാരണം നമുക്ക് പാല് കൂടുതലുണ്ടല്ലോ, നോക്കി എവിടെയും പോകാനാവില്ലല്ലോ. അതുകൊണ്ട് തീറ്റയും എല്ലാം ആരാ തയ്യാറാക്കി കൊടുക്കുന്നത്? ഞങ്ങൾ രണ്ടുപേരും കൂടെ. കുടുംബശ്രീ എങ്ങനെയാണ് നിങ്ങളെ സഹായിച്ചിരിക്കുന്നത്? കുടുംബശ്രീ ഞങ്ങളുടെ ഇതിന്റെ മേൽനോട്ടങ്ങൾ വഹിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരു പശുവിന് ഇപ്പം സബ്സിഡി അടക്കം തന്നു. 125 കോഴിയുണ്ട് അല്ലേ? ഉണ്ട്. അപ്പൊ ഇതിന്റെ പണിയൊക്കെ ചെയ്യാൻ വേണ്ടി പിന്നെ എത്ര സമയം ഒരു ദിവസം ഇതിനു വേണ്ടി? ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഈ കാര്യങ്ങൾ ഇവർക്ക് തീറ്റ കൊടുത്ത് പാത്രമൊക്കെ കഴുകി വെള്ളമൊക്കെ കൊടുത്ത് പിന്നെ വൃത്തിയാക്കി അറക്കപ്പൊടി ഇട്ട് അതൊക്കെ മാറ്റിയതിന് ശേഷം രാവിലെ പോകുന്നു. പിന്നെ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാൽ മതി. വെള്ളം എത്ര മണിക്കൂർ എന്നാലും ഇതിനു വേണ്ടി മാത്രം? എന്തായാലും ഒരു 2-3 മണിക്കൂർ വേണം ഒരു ദിവസം. ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ 100 മുട്ട ഒരു ദിവസം കിട്ടിയാൽ 6 രൂപ വെച്ച് കിട്ടും. 100 മുട്ടയ്ക്ക് 6 രൂപ വെച്ചാൽ 600 രൂപ ഒരു ദിവസം കിട്ടും. ഒരു ദിവസം 600 രൂപ കിട്ടിയാൽ അതിന്റെ തീറ്റ എന്തായാലും ഒരു 100 രൂപയൊക്കെ. 100 കോഴി ഉണ്ട്. 100 കോഴിയും ദിവസവും മുട്ടയിടത്തില്ല? 125 എണ്ണം ഉണ്ട്. 125 എണ്ണം ഉണ്ട്. അതുകൂടെ കൂട്ടിയാ ഞാൻ പറയുന്നത്. ചെലവ് കഴിച്ച് എന്തായാലും ഒരു 4000 രൂപ പിന്നെ തീറ്റയ്ക്ക് പോയാലും ബാക്കി 14,000 രൂപ ഉണ്ടാവും. ഐശ്വര്യ ജയൽജിയുടെ കൃഷിത്തോട്ടമാണല്ലേ? എന്തൊക്കെ കൃഷിയുണ്ട്? മെയിനായിട്ട് വാഴയാണ് കൃഷി ചെയ്യുന്നത്. പിന്നെ കപ്പ, നേന്ത്രവാഴ, വല്ലാത്ത വാഴയുണ്ട്. പിന്നെ കപ്പ, ചേന, കാച്ചില്, ചെറുകിഴങ്ങ്, ചേമ്പ് തുടങ്ങിയവയും കൃഷി ചെയ്യുന്നുണ്ട്. എല്ലാ കൂട്ടവും. എത്ര നാളായി കൃഷി? ഇപ്പൊ 5ാമത്തെ വർഷമാണ് കൃഷിയിലേക്ക് കടന്നിട്ട്. അത് ശരി. ലാഭമാണോ? ഈ കൃഷിയിലേക്ക് വന്നതിൽ പിന്നെ നല്ല ലാഭം ആയതുകൊണ്ടാണ് ഞങ്ങളിത് തുടർന്നും 5ാം വർഷത്തിലേക്ക് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ശരി. തുടങ്ങിയപ്പോ ഒരു വർഷം നമുക്ക് എത്ര ആദായം കിട്ടുന്നുണ്ടെന്ന് കണക്കൂടി നോക്കിയിട്ടുണ്ടോ? എനിക്ക് എന്റെ ഇതിൽ പറയണ 5 സെന്റ് സ്ഥലം ഇക്കൊല്ലം വാങ്ങി. ഇക്കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു 3-4 മാസമായിട്ടുള്ളൂ. അതുപോലെ ഇവർക്ക് 5 പശുവുണ്ട്. ഇതിൽ നിന്നുള്ള ലാഭത്തിൽ നിന്ന് മേടിക്കുന്നതാ ആണല്ലേ. അതുപോലെ ഈ ചേച്ചിയുടെ ഒരു ചേച്ചി ഒരു വിധവയാണ്. ചേച്ചിയുടെ മകളെ ചേച്ചിക്ക് കെട്ടിച്ചു വിടാൻ പറ്റി. ശരി. മോളെ കെട്ടിക്കുന്ന നല്ല ബുദ്ധിമുട്ടുണ്ടല്ലോ. അതുപോലെ വീട്ടിലേക്ക് കുറെ ഉപകരണങ്ങൾ, വീട്ടുപകരണങ്ങളൊക്കെ വാങ്ങാൻ ചേച്ചിക്ക് സാധിച്ചു. സ്നേഹ അയൽക്കൂട്ടത്തെ കുറിച്ച് നിങ്ങളുടെ പ്രവർത്തനം 400ാമത്തെ യോഗമാണെന്ന് അറിഞ്ഞ് ഞങ്ങൾക്ക് സന്തോഷമായി. അത് കേട്ടപ്പോൾ നമുക്കൊരു 2006 ആരംഭിച്ചു. അന്ന് തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ 20 അംഗങ്ങളായിട്ടായിരുന്നു തുടങ്ങിയത്. അതിനുശേഷം ഓരോരോ സാഹചര്യങ്ങൾ, ജോലി കിട്ടിയിട്ട് വെളിയിൽ പോയവരുണ്ട്, വീട്ടിൽ അസുഖമായിട്ട് വീട്ടിൽ നിന്ന് വരാൻ പറ്റാത്തവർ, അങ്ങനെ പല കാരണങ്ങളാൽ കുറച്ച് പേര് ഇതിൽ നിന്ന് ഒഴിവായി പോയി. ഇപ്പോൾ 14 പേരുണ്ട് ഞങ്ങളുടെ ഈ സംഘത്തിൽ. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. എല്ലാവരും തന്നെ പറഞ്ഞതുപോലെ പശു വളർത്തൽ, ആട് വളർത്തൽ, കൃഷി രീതിയായിട്ട് പോകുന്നു. അയൽക്കൂട്ടം സ്ഥിരമായി കൂടാറുണ്ടോ?
എല്ലാ ആഴ്ചയിലും കൂടും. കണ്ടു നിങ്ങളുടെ രജിസ്റ്ററൊക്കെ കണ്ടു ഞങ്ങൾ. ഇതില് വന്നിട്ടില്ലെങ്കിൽ എന്താ ചെറിയ ഫൈനൊക്കെ ഉണ്ടോ? കൃത്യമായിട്ടൊക്കെ വാങ്ങുന്നുണ്ട് അല്ലേ? ഇതിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഫൈന് കുറച്ചൊന്നും അല്ല, 25 രൂപ വെച്ചേക്കുന്നത്. 25 രൂപ? അയ്യോ, ഒരു അതുകൊണ്ട് എല്ലാരും വരും. അതെയാ? അതിന് അസുഖം, മരണം, പിന്നെ നമ്മുടെ കുടുംബത്തിലെ വിവാഹം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ അറിയാലോ. അങ്ങനെയുള്ളതിനൊന്നും ഞങ്ങളാരും വാങ്ങാറില്ല. ഓട്ടോയ്ക്ക് നല്ല ഡിമാൻഡ് വിളിക്കാറുണ്ട്. ശ്രീമതിന് മാത്രമേ നമ്മുടെ എല്ലാ തന്നെ ഓട്ടോയും എനിക്ക് നല്ല അഭിപ്രായം തന്നെയാണുള്ളത്. നല്ലൊരു ജോലിയാണ്, മറ്റുള്ളവർക്ക് അത് സൗകര്യമാണ്, വിശ്വസിച്ച് കൂടെ കൊണ്ടുപോകാം. അത് ശരി. അപ്പൊ തൽക്കാലം ഞങ്ങൾ ശ്രീമതി ഓട്ടോ പിടിച്ചു പോവാം. അപ്പം ഞങ്ങൾ സ്റ്റുഡിയോയിൽ വന്ന് പറഞ്ഞ മാതിരി തന്നെ ഇവിടെ വന്നപ്പം ഓട്ടോകളൊക്കെ കാണുന്നു, എല്ലാവരും നന്നായിട്ട് ഓടിക്കുന്നു. മിനി മാഡം പറഞ്ഞ മാതിരി തന്നെ ഓട്ടോയിൽ വന്ന് കയറും. പുതുപ്പാടിയിൽ വന്ന് ഞാൻ ഓട്ടോയിൽ കയറും എന്ന് പറഞ്ഞു. അത് കൃത്യമായിട്ട് മാഡം ചെയ്യുകയും ചെയ്തു. നിങ്ങൾക്ക് ഇപ്പം എന്താ തോന്നുന്നത് ഈ ഓട്ടോറിക്ഷയുടെ ഈ പുതിയ തൊഴിലിനോട്? പുതിയ തൊഴിലിനോട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ഞങ്ങളുടെ ഉപജീവന മാർഗമായിട്ട് ഓട്ടോ തൊഴിലിനെ കാണുകയാണ്. എങ്ങനെയുണ്ട് മിനി മാഡം വന്ന് പറഞ്ഞ വാക്ക് പാലിച്ച് എങ്ങനെ ഡ്രൈവ് ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? വാക്ക് പാലിക്കുകയും ചെയ്തു, നല്ലപോലെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. ഞാൻ ചെയർപേഴ്സണോടൊന്ന് ചോദിക്കട്ടെ. ചെയർപേഴ്സൺ, ഇതൊരു അന്ന് അവിടെ സ്റ്റുഡിയോയിൽ വന്നപ്പോൾ തന്നെ ജഡ്ജിങ് പാനൽ പറഞ്ഞിരുന്നു ഏറ്റവും ഒരു നല്ല നൂതനമായ ഒരു സംരംഭമായി ഇതിനെ കാണുകയും ഇതിനെ വിലയിരുത്തുകയും ചെയ്തിരുന്നു. ചെയർപേഴ്സൺ എന്താ ഇപ്പോൾ പറയാനുള്ള? അതായത് സാധാരണ സ്ത്രീകൾ ഇങ്ങനെ ഒരു കാര്യത്തിന് ഒരു നാട്ടിൻപുറത്തുകാർ ഇറങ്ങിത്തിരിക്കൂല. പക്ഷെ ഇവരതിന്റെ ഒരു ധൈര്യം കാണിച്ചു. പഞ്ചായത്തും കുടുംബശ്രീയും അവർക്ക് ധൈര്യം കൊടുക്കുകയും ഫണ്ട് കൊടുക്കുകയും ചെയ്തു. ഇവരെ കണ്ടുകൊണ്ട് ഇനി ഒരുപാട് ആളുകൾക്ക് ഇതുപോലുള്ള ഒരു സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള ഒരു ഇൻസ്പിറേഷനായിട്ട് ഇത് മാറുകയാണ്. ഇനി വരും വർഷങ്ങളിൽ ഞങ്ങൾ ഇതുപോലുള്ള കൂടുതൽ ആളുകൾക്ക് ഇങ്ങനെയുള്ള ഓട്ടോറിക്ഷയല്ല, കാറ്, അതേപോലെ വലിയ വാഹനങ്ങൾ വലിയ വലിയ രീതിയിലേക്ക് ഇവരെ മാറ്റാനുള്ള ഒരു വിശ്വാസം, നടക്കും ഇതൊക്കെ എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് ഇവർ ഇടവരുത്തി. ഇവരിലൂടെ ഇനി ഞങ്ങൾ സ്ത്രീകൾ, യുവതികളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. സ്റ്റുഡിയോയിൽ വന്നത് അല്ലേ? ഇവിടെയുള്ള എല്ലാവരും അയൽക്കൂട്ടത്തിലെ അംഗങ്ങളാണോ? സ്ത്രീകൾ എല്ലാവരും ഉണ്ട്. എല്ലാവരും. എത്ര പേരുണ്ട് അയൽക്കൂട്ടത്തിൽ? ഞങ്ങളാകെ 20 പേരുണ്ട്. 20. എല്ലാ ആഴ്ചയിലും അയൽക്കൂട്ടം കൂടുന്നുണ്ട്. എങ്ങനെയാ അയൽക്കൂട്ടത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ? അയൽക്കൂട്ടത്തിന്റെ പ്രവർത്തനം നല്ല പ്രവർത്തനമാണ്. എല്ലാവരും ഒരുവിധ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ മാത്രമേ അന്ന് സംഘത്ത് വരാതുള്ളൂ. അല്ലാതെ എല്ലാ ആൾക്കാരും സംഘത്ത് വരുന്നവരാ. ഇതല്ലാതെ നിങ്ങൾ തൊഴിലെടുക്കാനൊക്കെ പോകും? തൊഴിലെടുക്കാൻ പോകാറുണ്ട്. എല്ലാ തൊഴിലുറപ്പിന് പോകുന്നവരുണ്ട്, അല്ലാതെ പുറമെ പണിക്ക് പോകുന്നവരുണ്ട്, അല്ലാതെ പണിക്ക് കൃഷിപ്പണിക്ക് പോകും. പിന്നെ ഈ പൈനാപ്പിൾ കൃഷിയില്ലേ, അതിന് പോകുന്നവരുണ്ട്. വനത്തിന് എന്തൊക്കെ ഇത് ശേഖരിച്ചുകൊണ്ട്? വനത്തിന് തേന് എടുക്കുന്നവരുണ്ട്. ആണുങ്ങൾ പോകും, പെണ്ണുങ്ങൾ അങ്ങനെ അതിന് പോവല്ല. പെണ്ണുങ്ങൾ എന്തൊക്കെ പോയിട്ട് കളക്ട്? പെണ്ണുങ്ങൾ അല്ലാത്ത പണിക്കൊക്കെ പോകുന്നവരേ ഉള്ളൂ. അല്ലാതെ കൃഷിപ്പണിക്കൊക്കെ പോകും. ഞങ്ങളിവിടെ കുറച്ച് പേര് തയ്യൽ പഠിച്ചവരുണ്ട്, ഒരു 14 പേര്. അവർക്ക് തയ്യൽ മെഷീനും ഉണ്ട്. കുറച്ച് പേര് തയ്ക്കുന്നുണ്ട്, കുറച്ച് പേര് പുറത്തു പോകും. ഞാനൊക്കെ തയ്ക്കുന്ന ആളാ. എന്താ പേര്? ചെരിത. എന്തൊക്കെയാണ് നിങ്ങൾക്ക് പണ്ടേ ഒരുപാട് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ, പാട്ടും ഡാൻസും ഒക്കെ. ഇപ്പൊ അതൊക്കെ ഉണ്ടോ? എനിക്ക് പാടാൻ കിട്ടൂല, വായില് പല്ലില്ലാത്തന കൊണ്ട്. ഒരു ചെറിയൊരു പാട്ട് പാടാ. അപ്പോൾ നമ്മൾ ഏകദേശം വിശദമായി തന്നെ കണ്ടു. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന സന്ദർശനമാണ്. പക്ഷേ എങ്കിലും നമുക്ക് ഈ ചർച്ചയ്ക്ക് വേണ്ടി അതിനെ ചുരുക്കിയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 പേര് വന്നതിൽ ആദ്യം
മിനി മാഡത്തിനോട് ചോദിക്കാം. ആ പ്രദേശത്തെക്കുറിച്ച് എനിക്കുള്ള തോന്നിയ ഒരു സംഗതി തികച്ചും കാർഷിക മേഖലയായിട്ടുള്ള ഒരു സ്ഥലമാണ്. നിങ്ങളെ ഭൂമിയും കാലാവസ്ഥയും നല്ല രീതിയിൽ തന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. നല്ല മണ്ണ്, ജോലിയെടുക്കാൻ തയ്യാറായ ആൾക്കാർ, നല്ല കാലാവസ്ഥ എല്ലാം ഉണ്ട്. അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് അവിടെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. ഈ ഇവിടെ കണ്ടതുപോലെ തന്നെ ആട്, പശു, സംഘകൃഷി എന്നുള്ളൊരു പാറ്റേണിലുള്ള പ്രവർത്തനങ്ങളാണ് കൂടുതലും. ഇതിൽ പലതും അവിടെയുള്ള സ്ത്രീകൾ നേരത്തെ മുതൽ തന്നെ ചെയ്തുകൊണ്ടിരുന്ന ജോലി തന്നെയാണ്. നല്ല കഠിനാധ്വാനികളായ ആൾക്കാരാണ്, സ്ത്രീകളാണ് ഈ കുടുംബശ്രീ ഗ്രൂപ്പുകളിലൊക്കെ ഞങ്ങൾ കണ്ടത്. അവർ പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെ ഒന്നുകൂടി വിപുലീകരിക്കാൻ ഈ ഒരു കുടുംബശ്രീയുടെ ഒരു സഹായം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതാണൊരു പ്രധാനപ്പെട്ട സംഗതി. കുടുംബശ്രീയും പഞ്ചായത്തുമായിട്ട് വളരെ അടുത്ത സഹകരണമാണ്. കുടുംബശ്രീ അംഗങ്ങളിൽ, പഞ്ചായത്ത് അംഗങ്ങളിൽ പലരും കുടുംബശ്രീയിലൂടെ വന്നവരാണ്. വളരെ അടുത്ത സഹകരണമുണ്ട്, പഞ്ചായത്തിന്റെ എല്ലാ സഹകരണമുണ്ട്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സംഗതി ഓട്ടോറിക്ഷ ഗ്രൂപ്പിന്റെ പ്രവർത്തനമാണ്. മെച്ചപ്പെട്ട വരുമാനം കിട്ടുന്നുണ്ട്. ഒരു ദിവസം 600-700 രൂപ വരുമാനം കിട്ടുന്നുണ്ട്. ആദിവാസി കോളനിയിൽ പോയത് നല്ല അനുഭവമായിരുന്നു. ഇതൊക്കെയാണ് എനിക്ക് പൊതുവെ പറയാനുള്ളത്. ഇനി പ്രൊഫസർ ഗീതക്കുട്ടി എന്താ പറയുന്നതെന്നുള്ളത് ശ്രദ്ധിക്കാം. കൃഷിയിൽ നല്ലപോലെ നല്ല ഗ്രൂപ്പുകളുണ്ട്. മലയോര ഗ്രാമമായത് കാരണം തീർച്ചയായിട്ടും പണ്ട് മുതൽ അവിടുത്തെ പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും പ്രവർത്തിക്കുന്നവരാണെന്ന് നിങ്ങൾ പറഞ്ഞു. എങ്കിലും കുടുംബശ്രീ നിങ്ങൾക്ക് കൂടുതൽ അവസരം തരുന്നുണ്ട്, കൂടുതൽ അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വന്തം കൃഷി, സ്വന്തം തൊഴിലായിട്ട് ഇപ്പം പണ്ട് വീട്ടിലായിരുന്നു ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ സ്ത്രീകളുടെ സ്വന്തമായിട്ട് ചെയ്യാൻ അവസരം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു. രണ്ടാമതായിട്ട് ആട് ഗ്രാമം പോലെയുള്ള സംരംഭങ്ങൾ തുടങ്ങി. അവിടെ തന്നെ അന്ന് അവിടുത്തെ ചേച്ചിമാർ പറഞ്ഞു അവർ കുറച്ച് ആശങ്കയിലാണെന്നുള്ളത്. മാർക്കറ്റിംഗ് സപ്പോർട്ട് ഉണ്ടെങ്കിലേ അവർക്ക്. പിന്നീട് മൈക്രോ സംരംഭങ്ങളെ പറ്റിയായിരുന്നു കൂടുതലായിട്ട് ഞങ്ങളൊന്ന് ചോദിച്ചത്. ഒരുപാട് വിഭവങ്ങളുണ്ട്, ചക്ക, മാങ്ങ മുതലായ എല്ലാം ഉണ്ട്. അവ ഉപയോഗിച്ചിട്ടുള്ള സംരംഭങ്ങൾ വളരെ കുറവായിട്ട് തോന്നി. അതിനെന്തൊക്കെയോ ആസൂത്രണം ഉണ്ട് ചക്കയും മറ്റും ഉപയോഗിച്ചിട്ട് ചെയ്യാൻ എന്നുള്ളതും പറഞ്ഞു. ഓക്കെ, അപ്പോൾ ചെയർപേഴ്സൺ ഇപ്പോൾ 1-2 സംശയങ്ങൾ പറഞ്ഞു. അതിന് എന്താണ് ആടിന്റെ കാര്യം, വിപണനം? സർ, ഞങ്ങൾ ആട് ചന്ത നടത്താൻ തീരുമാനിച്ചു. ഞങ്ങൾ ഈ റംസാനോടുകൂടി ഞങ്ങൾ ചന്ത നടത്താൻ, അതിപ്പോൾ ചന്തയായിട്ടൊന്നും നടത്തിയിട്ടില്ല. ചന്ത കാരണം ആടിനെ അവർ നേരിട്ട് വന്ന് വിപണനം നടത്തുകയാണ്. പക്ഷെ ഞങ്ങൾ ഈ ഓണത്തോടനുബന്ധിച്ച് ഞങ്ങളൊരു ആട് ചന്ത തന്നെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ നല്ലൊരു മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത്യാവശ്യം 350-400 രൂപ ഇറച്ചിക്ക് വില വരുന്ന രീതിയിൽ അവർക്ക് ആടിനെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 9 മാസമായിട്ടുള്ളൂ. ഒരു പ്രസവം കഴിഞ്ഞ് 5 ആടിനെ കൊടുത്തവർക്ക് ഒരു 15 ആട് 12 ആട് അങ്ങനെ ആയിട്ട് വന്നിട്ടേ ഉള്ളൂ ഇപ്പോ. അപ്പൊ കുറച്ചും കൂടി ആയിട്ട് ആണ് നമുക്ക് ഇവർക്ക് ഇപ്പോഴേ ആശങ്ക അങ്ങനെ തോന്നുന്നതാണ്. കാരണം ഇവരുടെ ഇടയിൽ തന്നെ ഒരു 5 പേർക്ക് 25 ആട് വെച്ചൊക്കെ ഉണ്ടാകുമ്പോ എന്റെ വിറ്റ് പോവുക, അപ്പുറത്ത് പോവുക, അങ്ങനെ ഒരു ആശങ്ക തോന്നുന്നതാണ്. ഇത് ഇപ്പൊ മലയോര ഗ്രാമം ആണ്, അപ്പൊ ആട് വളർത്താൻ പറ്റുന്ന മേഖലയാണ്. അപ്പൊ അതിന് തയ്യാറുള്ള സ്ത്രീകൾ ഇപ്പൊ ഇത് കണ്ടപ്പോ കുറെ പേര് പിന്നോട്ട് പോയവർക്ക് തന്നെ താല്പര്യമുണ്ട്. അപ്പൊ അവർക്ക് ഈ കുഞ്ഞുങ്ങളെ കൊടുത്തുകൊണ്ട് യൂണിറ്റുകൾ വർദ്ധിപ്പിക്കാം. അങ്ങനെ വരികയാണെങ്കിൽ ഒരു ഇറച്ചി സംസ്കരണ ഇതൊക്കെ നമുക്ക് ഭാവിയിലേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. കൃഷിയുടെ കാര്യം JLG സാർ, ഞങ്ങള് തരിശായ ഭൂമി സർവേ കണ്ടെത്തി ഞങ്ങൾക്ക് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു 10 ഏക്കറോളം സ്ഥലം ഞങ്ങൾക്ക് തരിശു ഭൂമി കണ്ടെത്തി. അതിലിപ്പോ ഞങ്ങളിപ്പോ കുറച്ച് ഈ ഓണത്തിനുള്ള കൃഷി ഞങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു 50,000 തൈകൾ 5,000 തൈകൾ ഞങ്ങൾ കൃഷി വകുപ്പുമായി ബന്ധപ്പെടുത്തി ഞങ്ങൾക്ക് തൈ കിട്ടുകയും അത് ഞങ്ങൾ കുടുംബശ്രീയിൽ കൂടി നടുകയും ചെയ്തിട്ടുണ്ട്. വിവിധ വാർഡുകളിലായിട്ട് 1.5 ഏക്കർ 2 ഏക്കർ സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇത് നട്ടു കഴിഞ്ഞു. 139 JLG ഉണ്ട്. 140ഓളം സംഘങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലം എത്രയാണ് ആകെ എന്ന് ചോദിച്ചാൽ ഒരു 220 ഏക്കറേ ഉള്ളൂ. 2 ഏക്കർ കൂടെ ശരാശരി ഇല്ല എന്നാ പറയുന്നത്. അപ്പൊ വലിയ സ്ഥലം കവർ ചെയ്തിട്ടുള്ള നമ്പർ ഗ്രൂപ്പ് കൂടുതലുണ്ടെങ്കിലും സാർ ഞങ്ങളിപ്പോ സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടെത്തി. കണ്ടെത്താമല്ലോ, നമ്മളിപ്പോ നമ്മൾ ഭൂതമാണ്, ഭാവിയല്ല. 100% നിങ്ങൾക്ക് കവറേജ് ഉണ്ട്. എല്ലാ BPL ഫാമിലീസ്, ST SC എല്ലാവർക്കും കവർ ചെയ്തു. പക്ഷേ ഇതിൽ നിന്ന് എത്ര ശതമാനത്തിന് നിങ്ങൾ
മൈക്രോ എന്റർപ്രൈസസ് അല്ലെങ്കിൽ JLG ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പറയും. ഒരു കുറഞ്ഞ ആളുകൾക്ക് ഇപ്പൊ ST വിഭാഗത്തിൽ ഞങ്ങൾക്ക് ഒരു JLG ഗ്രൂപ്പാണ് ഇപ്പൊ അവിടെ പ്രവർത്തിച്ചു വരുന്നത്. അപ്പൊ 1ാം വാർഡിലാണ്. അവരെ അതിലേക്ക് കൊണ്ടുവരാൻ കുറച്ചേ സാധിച്ചുള്ളൂ. ഞങ്ങളെ അംഗങ്ങളാക്കി മാറ്റി ലിങ്കേജ് ലോണൊക്കെ എടുപ്പിച്ച് അവർക്ക് കിട്ടുന്ന കോർപ്പസ് ഫണ്ടൊക്കെ വാങ്ങിക്കൊടുത്ത് ആ ലെവലിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളൂ. അവരെ ഇനി കൂടുതൽ സ്ഥലം അവരുടെ കോളനിയോട് അടുത്ത് നമുക്ക് ഈ കൃഷിസ്ഥലം കണ്ടെത്താൻ സാധിച്ചാലേ അവരെ ഇതിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. കോളനിയിൽ 10 കുടുംബം ഉണ്ടായിരുന്നത്. പിന്നെ ആ ഉപകുടുംബമായിട്ട് ഇപ്പം 10-32 കുടുംബങ്ങളുണ്ട്. അപ്പം ആകെയുള്ളത് പിന്നെ 5 ഏക്കർ സ്ഥലമാണ് 10 കുടുംബത്തിനായിട്ടുള്ളത്. ഒരാൾക്ക് 30, 50, 60 വീതം. അതിലാണിപ്പം ഉപകുടുംബമായിട്ട് വന്നവരും വീട് വെച്ചത്. അതുകൊണ്ടാണ് കൃഷി ചെയ്യാൻ സ്ഥലമില്ലാതെ വന്നത്. അല്ലെ ആദ്യം കൃഷി ചെയ്തായിരുന്നു, കപ്പ, ചേമ്പെല്ലാം കൃഷി ചെയ്ത. പുതിയ കോളനിയാണോ, ഉണ്ടാക്കിയ കോളനിയാണോ? അല്ല, അത് ആദ്യമേ ഉള്ള കോളനി. അപ്പൂപ്പന്മാര് അമ്മമാരൊക്കെ ഉള്ളപ്പോ ഉള്ള കോളനി. എന്താ ചെയ്യുന്നത് അയൽക്കൂട്ടത്തില്? അയൽക്കൂട്ടത്തില് ഞങ്ങള് എല്ലാം ചെയ്യാറുണ്ട്. ആരോഗ്യത്തെ കുറിച്ചും പിന്നെ കുടുംബശ്രീ വരാനുള്ള ഇതെല്ലാരും വരാൻ വേണ്ടിയിട്ടും അങ്ങനെല്ലാം പറഞ്ഞ് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ അവിടെ തന്നെ ഒരു സംഘം കൂടെ രൂപീകരിക്കണം എന്നുള്ള ഇതിലാണ്. 10 പേരും കൂടെ ഉണ്ട് സംഘത്തില് ചേരാൻ വേണ്ടിയിട്ട്. ഞങ്ങളിപ്പോ 20 പേരാണുള്ളത്. നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിക്കാം, എങ്ങനെയാണ് STക്കാരുടെ ഒരു 120 കുടുംബങ്ങളുണ്ടോ? 168 കുടുംബങ്ങൾ പുതുപ്പാടി ഗ്രാമപഞ്ചായത്തിലുണ്ട്. പുതുപ്പാടി പഞ്ചായത്തിലെ കുടുംബശ്രീ അവർക്ക് അവിടെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അവരുടെ സാമൂഹ്യ സാമ്പത്തിക ചുറ്റുപാടുകളെ കുറിച്ചുള്ള ഒരു സർവേ നടത്തി ആ സർവേയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾക്ക് 1 കോടി രൂപയുടെ ഫണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ കോർപ്പസ് ഫണ്ടിൽ നിന്ന് ലഭ്യമായി. അത് കിട്ടിയിരിക്കുന്നത് കുറുമരുകണ്ടി കോളനിയിലേക്ക്, ഏറ്റവും മലയോര മേഖലയിലുള്ള കോളനി, ഫോറസ്റ്റിന്റെ അതിരിലുള്ള കോളനിയാണത്. അപ്പോൾ അവർക്ക് എല്ലാ സൗകര്യങ്ങളും 1 കോടി രൂപയുടെ ഫണ്ട് എന്ന് പറഞ്ഞാൽ വീട് കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. പോരാത്ത വീടുകൾ, കുടിവെള്ളം, അതുപോലെ തന്നെ കക്കൂസ് സംവിധാനങ്ങൾ, റോഡ്, അതുപോലെ തൊഴിൽ പരിശീലനം, പിന്നെ തൊഴിലായുധങ്ങൾ, അതുപോലെ അവർക്ക് കുറച്ചുകൂടെ കൃഷി സ്ഥലങ്ങളുണ്ട്, ഇവരെക്കാൾ കൂടുതലുണ്ട്, ഈ കോളനിയിലുള്ളേക്കാൾ കൂടുതലുണ്ട്. അവർക്ക് കൃഷി ചെയ്യാനുള്ള സൗകര്യങ്ങൾ, ഇങ്ങനെ സർവ്വമുഖ വികസനമാണ് 1 കോടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. SC വിഭാഗത്തിന്റെ ഏകദേശം എന്തായാലും ഇപ്പൊ നിങ്ങളുടെ മെമ്പർഷിപ്പ് പറഞ്ഞത് 951 കുടുംബങ്ങളുണ്ട്. ചെറുതല്ലാത്ത നല്ലൊരു സംഖ്യയാണ്. അപ്പൊ പറയൂ, വൈസ് ചെയർപേഴ്സൺ പറയട്ടെ. 1000ഓളം കുടുംബങ്ങളുണ്ട് മെമ്പർമാരായിട്ട്. അതിൽ അവര് SC ആയിട്ടുള്ള ആളുകൾ ആ ഗ്രൂപ്പിൽ ഉൾപ്പെടുകൊണ്ട് അവര് ഇതുപോലെ പല വിഭാഗത്തിലുള്ള കൃഷികൾ പ്രധാനം JLG ഗ്രൂപ്പിൽ കൃഷിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അയൽക്കൂട്ട ലോണുകൾ എടുത്തുകൊണ്ട് അവർ സ്വയം തയ്യലുകൾ, അതുപോലെ മേഖല നിർമ്മാണം, അങ്ങനെയുള്ള യൂണിറ്റുകളൊക്കെ അവർ അയൽക്കൂട്ടത്തിൽ ലോൺ എടുത്തുകൊണ്ട് ആന്തരിക വായ്പ എടുത്തുകൊണ്ട് നമ്മൾ ചെയ്തു വരുന്നുണ്ട്. നിങ്ങൾക്ക് വീക്ക്ലി ചന്ത അല്ലെങ്കിൽ മാസത്തിൽ ചന്ത ഒന്നില്ല? ഓണച്ചന്ത നടത്തുന്നുണ്ട്. അതിലേക്ക് നമ്മൾ മാസച്ചന്ത. നിങ്ങളുടെ ഈ പോകുന്ന ഈ പരിപാടികളില്ല ഗുണഭോക്താക്കൾ എല്ലാവരും BPLകാരല്ലേ? പക്ഷെ എല്ലാരും അല്ല, അതിൽ APL അംഗങ്ങളും ഉൾപ്പെട്ടു. APL ഉണ്ട്. ഞങ്ങൾ അതിന് അങ്ങനെ നമ്മൾ അവിടെ വെച്ച് ചൂണ്ടിക്കാണിച്ചിരുന്നു 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ പറയുന്ന പോലെ ഏറ്റവും ആവശ്യക്കാർക്കാണ്, എല്ലാവരും ആവശ്യക്കാരാണ്, പക്ഷെ നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും ആവശ്യക്കാർക്കാണോ, ഏറ്റവും കുടുംബശ്രീയുടെ ഒരു ഉദ്ദേശം തന്നെ പരമദരിദ്രരിലേക്ക് ചെല്ലുക എന്നുള്ളത്. രണ്ടാമത് ഇത് തെരഞ്ഞെടുത്തപ്പോഴും നമ്മൾ കൊടുത്ത മുൻഗണനാക്രമത്തിൽ ആരൊക്കെയാണ് വന്നത്. ഇപ്പൊ ഞങ്ങളുടെ സന്ദർശനത്തിൽ പോകാനായി തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ മുൻഗണന കൊടുത്ത ആർക്കാണെന്നുള്ള കാര്യത്തിലൊരു പ്രശ്നം ഞങ്ങൾ അവിടെ വെച്ച് തന്നെ പറഞ്ഞിരുന്നു, അല്ലെ? പഞ്ചായത്ത് പ്രസിഡന്റ്, ഇത് പഞ്ചായത്ത് ബഡ്ജറ്റിലെ SC കോമ്പണന്റ് പ്ലാൻ അല്ലേ? ഉണ്ട്. അതെങ്ങനെയാണ് അതിന്റെ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം 2014-15 വർഷത്തിലെ സാമ്പത്തിക വർഷത്തിൽ ഞങ്ങളെ SC കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർക്ക് മുഴുവൻ കുട്ടികൾക്കും തന്നെ 306 കുട്ടികൾക്ക് ഫർണിച്ചർ കൊടുത്തു, മേശയും കസാരയും ഈ വർഷം. അത് മുഴുവൻ കുട്ടികൾക്കും കവർ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് വീണ്ടും ഈ പ്രൊജക്റ്റിൽ വീണ്ടും ഫണ്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ ചെയർപേഴ്സൺ, ആന്തരിക എന്താണ് നിങ്ങളുടെ ഇന്റേണൽ സേവിങ്സ്, നിങ്ങളുടെ സമ്പാദ്യം എത്ര ഉണ്ടെന്നാണ് പറഞ്ഞത്? 4,76,00,000. അത് ഈ 14-15 ആണ് അല്ലേ? ഇപ്പൊ ലേറ്റസ്റ്റ് വരെയുള്ള 14-15 മാർച്ച് വരെ ഉള്ളത് 3,12,00,000. ഇപ്പൊ 4 കോടി ആയിട്ട് വർദ്ധിച്ചു. അപ്പൊ പൈസയുടെ ബുദ്ധിമുട്ടില്ല. മുഴുവൻ ശരിയല്ല.
എങ്ങനെ ഫണ്ടില്ല എന്ന് പറഞ്ഞു. ഫണ്ടില്ലെന്നല്ല, ഇത് കുടുംബശ്രീ അംഗങ്ങള് സമ്പാദിച്ചത്. ആഴ്ചയിൽ അവർ പറ്റുന്ന തൃപ്തി തുക അത് കടമായിട്ട് എടുക്കാമല്ലോ അല്ലേ? എടുക്കുന്നുണ്ട്. അത് അവര് കടമായിട്ട് ഇപ്പൊ എടുക്കുകയും അടയ്ക്കുകയും ചെയ്ത് അവര് തന്നെ അത് കൈകാര്യം ചെയ്യുക. കുടുംബശ്രീ യൂണിറ്റുകൾ മാത്രം കൈകാര്യം ചെയ്യാം. ഇതിലെങ്ങനെ അവരും ഇവരും എങ്ങനെ ഇതിൽ വന്നത്? ഞാൻ വിചാരിച്ചു കുടുംബശ്രീ എല്ലാം ഒരു ഞങ്ങൾ പറയാം അല്ല, ഞങ്ങൾ പറയാമെന്നുണ്ട്. അവരായി ഇവരായി. പക്ഷെ ഇത് 3 തട്ടായിട്ടാണ് സാർ പ്രവർത്തിക്കുന്നത്. ഏറ്റവും അതെനിക്കറിയാം, അതിപ്പോ വിശദീകരിക്കൊന്നും വേണ്ട. അതെല്ലാം ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. വ്യക്തിഗതമായിട്ടുള്ള സംരംഭങ്ങൾ മൊത്തത്തിൽ എത്രയുണ്ടെന്ന് പറയാൻ പറ്റും? 220ഓളം വ്യക്തിഗതം ഉണ്ട്. 250 ഉള്ളൂ? അതിലധികമില്ലേ? 2500. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 2500 നോക്കി 2400 ചില്ലാനും ഉണ്ട്. അപ്പൊ വ്യക്തിഗതമായിട്ട് കുറെ പരിപാടികൾ നടക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അപ്പൊ ബാങ്കിന്റെ നമ്മുടെ പ്രതിനിധി ഉണ്ട് ഇവിടെ. അത് എങ്ങനെയാണ് നിങ്ങൾ കുടുംബശ്രീയുമായിട്ടുള്ള ഇടപാട്? എത്രത്തോളം നിങ്ങൾക്ക് വായ്പ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്? സർവീസ് സഹകരണ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് 98 സംഘങ്ങൾക്കായിട്ട് 1 കോടിയോളം ഉറുപ്പിക പലിശ 9%. 9. കാർഷികമാണെങ്കിലോ? കാർഷികമാണെങ്കിൽ 7. അത് 7 അവർ അടച്ചാൽ മതി എന്നാണോ? അതോ അല്ല, 7 അടയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് നബാർഡിന്റെയും പിന്നെ സംസ്ഥാന സർക്കാരിന്റെയും ഒക്കെ പൈസ കിട്ടുമ്പോൾ പൂർണ്ണമായിട്ട് നമ്മൾ അവരെ പലിശ ഒഴിവാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പലിശ അത് 1 വർഷം തികയുന്നതിന് മുമ്പ് ഈ പിന്നെ തിരിച്ചടയ്ക്കുന്ന സ്ഥിതിയാണെങ്കിൽ പലിശ രഹിതമാക്കി കൊടുക്കുകയുള്ളൂ. അത് ശരി. അങ്ങനെ അപ്പൊ കാർഷിക വായ്പയ്ക്ക് പലിശ ഇല്ലാതെ തന്നെ എടുക്കാനുള്ള സാധ്യത കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുന്നുണ്ട്. പഞ്ചായത്തിന്റെ സബ്സിഡിയോട് കൂടി 169 ആളുകൾക്ക് കറവപ്പശുവിനെ കൊടുത്തിട്ടുണ്ട് ബാങ്ക്. ഒരാൾക്ക് 50,000 ഉറുപ്പിക ഞങ്ങൾ കൊടുക്കും. 15,000 ഉറുപ്പിക ഞങ്ങൾക്ക് സബ്സിഡി പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് സബ്സിഡി ആയിട്ട് കിട്ടും. അതിന് നമ്മൾ അവർക്ക് പിന്നെ പരിശീലനം കൊടുത്തിട്ടുണ്ട്. ഈ മാടുകൾ വളർത്തുന്ന ഈ കൃഷി പിന്നെ കറവ കൃഷിയുമായി ബന്ധപ്പെട്ട പുല്ലുൽപാദനം, തീറ്റ കൊടുക്കേണ്ടത്, അതുപോലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കൃഷി ഓഫീസാണ്. അവിടെ തരിശ് ഭൂമികൾ കണ്ടെത്തി അതിൽ പുതുതായിട്ട് നമുക്കിപ്പോൾ പച്ചക്കറിയുടെ വിഷമയമായ പച്ചക്കറിയിൽ പരിപൂർണമായിട്ടും അതിൽ വിമുക്തി നേടാൻ വേണ്ടി പുതുപ്പാടി പഞ്ചായത്തിലെ കുടുംബശ്രീ യൂണിറ്റ് മുഖേന ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ 5000 തൈകൾ കൊടുത്തു. സാർ ആദ്യം സാറേ ഞങ്ങൾ വിത്തുകൾ കൊടുക്കുമ്പോൾ വിത്തുകൾ മുളയ്ക്കുന്നില്ല. അത് ഒരു വിത്തിടുമ്പോൾ ഉണ്ടാകുന്ന സംഭവം എന്ന് വെച്ചാൽ ചിലപ്പോൾ കർഷകർക്ക് അറിയാതെ ഇച്ചിരി കൂടെ മേലേക്ക് കൂടുതൽ മണ്ണ് വീഴുമ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് മുളയ്ക്കാതെ വരുന്ന കുറ്റങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അത്യുൽപാദന ശേഷിയുള്ള ഹൈബ്രിഡ് F1 വെറൈറ്റി, ഫസ്റ്റ് ജനറേഷൻ വെറൈറ്റി തന്നെ തൈകളാക്കിയിട്ട്. എന്തിന്റെ തൈകളാണ്? പച്ചക്കറി തൈകൾ. ഇപ്പൊ മഴക്കാല സീസണിലുള്ള കൊടുക്കാൻ പറ്റുന്ന പിന്നെ വെണ്ട, മുളക്, വഴുതന അങ്ങനെയുള്ള ഐറ്റംസ്. ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവർ പറഞ്ഞിരുന്ന എക്സ്റ്റൻഷൻ ഓഫീസർ ഇവർ ജാക്ക് ഫ്രൂട്ടിന്റെ ചിപ്സും ജാമും അതെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ ട്രെയിനിങ് ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പിന്നെ വേങ്ങേരിയിൽ, കോഴിക്കോട് വേങ്ങേരിയിൽ എല്ലാവിധ ട്രെയിനിങ്ങും 20 കർഷകരെ റെഡിയാക്കിയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സംരംഭം കൂടെ ഉണ്ടായിട്ടുണ്ട്. സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ട്രെയിനിങ് കൊടുത്തു. എന്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല, അങ്ങനെയല്ല സാറേ. ഇനിയിപ്പോ ഇതിനെപ്പറ്റി കംപ്ലീറ്റ് ആയിട്ട് കളക്ട് ചെയ്ത് ആൾക്കാരെ അഭിരുചിക്ക് അനുസരിച്ച് സെലക്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പരിശീലനം കൊടുക്കാനുള്ള. പക്ഷേ ഞങ്ങൾ അവിടുത്തെ പിന്നെ ഫാർമർ സെന്ററിൽ ചെന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ അവര് സമ്മതിച്ചിട്ടുണ്ട് 20 കർഷകരെ വിവരം വിട്ടോളാം. അവർക്കുള്ള ഭക്ഷണം ബാക്കിയുള്ളത് എല്ലാം സൗജന്യം. തിരിച്ചു വന്നാൽ എന്ത് ചെയ്യും? അവർക്ക് ഇപ്പോഴത്തെ കുടുംബശ്രീ യൂണിറ്റിലുള്ള ഫണ്ടുകൾ ഉപയോഗിച്ച് തന്നെ അവർ ചെറിയ സംരംഭങ്ങൾ തുടങ്ങട്ടെ എന്നുള്ളൊരു എയിമിലാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. മൈക്രോ എന്റർപ്രൈസ് ഏകദേശം ഗ്രൂപ്പായിട്ട് നടത്തുന്നത് ഒരു 10-67 ഉണ്ട് അല്ലേ? 514, 520ഓളം ആൾക്കാരിൽ തൊഴിലുമുണ്ട്. അത്രയുള്ള സാധ്യത. പരിശീലനങ്ങൾ ജില്ലാ കുടുംബശ്രീ മിഷന്റെയും കൂടെ പരിശീലനങ്ങൾ കൊടുത്ത് ഞങ്ങൾ കൂടുതൽ സംരംഭങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു സംവിധാനത്തിലാണ്. അതിന് വല്ല പ്ലാൻ ഉണ്ടോ? പ്ലാനൊക്കെ ഇനിയിപ്പം അടുത്ത 3 വർഷം ഇല്ല, ഞങ്ങൾ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അത് പിന്നെ അയൽക്കൂട്ടത്തിലേക്ക് ആക്ഷൻ പ്ലാൻ കൊടുത്ത് എത്ര അയൽക്കൂട്ടങ്ങളിൽ നിന്ന് സംരംഭം ചെയ്യാൻ, വ്യക്തിപരമായോ ഗ്രൂപ്പായോ ചെയ്യാനുള്ള ലിസ്റ്റ് ഞങ്ങളിപ്പോൾ കഴിഞ്ഞ മാസം ഒക്കെ റെഡിയാക്കി. അപ്പൊ അതിൽ അങ്ങനെയുള്ളവർക്ക് പരിശീലനം കൊടുക്കാൻ വേണ്ടി കുടുംബശ്രീ മിഷനിൽ നിന്നും ഇതിലേക്ക് അറിയിക്കുക. അതിന് വേണ്ട നടപടികളൊക്കെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഒരു സ്കിൽ ഡെവലപ്മെന്റ് യൂണിറ്റിന് 60 ലക്ഷം രൂപ ഇപ്പോൾ ഞങ്ങൾ MLA-യുമായി സംസാരിച്ച് നോൺ പ്ലാൻ പാസ്സായി. അതിന്റെ ടെൻഡർ നടപടി അടുത്തയാഴ്ച പൂർത്തിയാണ്. കുടുംബശ്രീയിൽ ഇപ്പോൾ മൈക്രോ സംരംഭങ്ങൾ ഏതൊക്കെ നടത്താൻ പറ്റുന്ന, ഏതൊക്കെ ട്രെയിനിങ് നടത്താൻ പറ്റുമോ ഏറ്റവും ആധുനിക രീതിയിൽ ട്രെയിനിങ് നടത്തുവാൻ വേണ്ടുന്ന ഒരു ബിൽഡിങ്ങിനുള്ള ആദ്യം ഒരു ആവശ്യപ്പെട്ടു. അതിപ്പോൾ ഞങ്ങൾ ചെയ്തു കൊടുത്തു.
പഞ്ചായത്തിന്റെയും മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളുടെയും പൂർണ്ണ പിന്തുണയോടെയാണ് പുതുപ്പാടി CDS പ്രവർത്തിച്ചു വരുന്നത്. ഇവർക്ക് പുതുപ്പാടിയിലെ കുടുംബശ്രീ പ്രവർത്തകരെ കുറിച്ച് പറയാൻ ഒരുപാട് വിശേഷങ്ങളുമുണ്ട്. നമുക്കിതൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. ഈ സൂർ സായാഹ്നത്തിൽ ഞങ്ങൾ എങ്ങനെ വിളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് പറഞ്ഞാൽ ഇതൊരു സൂർ സംഗമമാണ്. അതിലേക്ക് വന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു കാര്യത്തിൽ അഭിമാനിക്കാം. വളരെ നല്ല ഒരു പ്രവർത്തനമാണ് ഇവിടുത്തെ CDSഉം ആ CDSന്റെ കൂടെയുള്ള അയൽക്കൂട്ടം പ്രവർത്തകരും കാഴ്ചവെക്കുന്നത്. അതിന് താങ്ങും തണലും മാർഗനിർദ്ദേശവുമായി വളരെ ശക്തമായ ഒരു പഞ്ചായത്ത് സംവിധാനവും ഇവിടെയുണ്ട്. ശക്തമായ ഒരു അന്യോന്യ ബന്ധം ഇവിടെയുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. നമ്മുടെ ട്രൈബൽ മേഖലയിൽ നമ്മുടെ ST കോളനിയിലൊക്കെ ഞങ്ങളിപ്പോൾ പോയി. അവിടെ നമുക്ക് ഒരുപാട് മാറ്റം വരുത്താൻ പറ്റും. എല്ലായിടത്തും തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ട്രൈബൽ മേഖലയിൽ അവർക്ക് സംരംഭങ്ങളൊന്നും കൊടുക്കാൻ കഴിയുന്നില്ല, കൊടുത്തതിനെ അവർ മുന്നോട്ട് കൊണ്ടുവരില്ല. പക്ഷെ എല്ലാം തെളിയിക്കാൻ പറ്റുന്ന നേതാക്കളും നല്ല ചൊടിയുള്ള പെൺകുട്ടികളൊക്കെ അവിടെയുണ്ട്. അവരെ കൂടി ഈ മുന്നോട്ട് കൊണ്ടുവരാനും അവർക്ക് തൊഴിൽ സംരംഭങ്ങളിൽ ഏർപ്പെടുത്താൻ കഴിയുന്നതിലായിരിക്കും പുതുപ്പാടിയുടെ വിജയമെന്ന് അടുത്ത തവണ വരുമ്പോൾ എനിക്ക് കാണാൻ കഴിയും. എല്ലാ അയൽക്കൂട്ടത്തിലും പോയി, ഓരോ വാർഡിലുള്ള അയൽക്കൂട്ടത്തിൽ പോയി അയൽക്കൂട്ടത്തിലുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി, പോരായ്മകൾ ഒരു പെർഫോമൻസ് ആയിക്കൊണ്ട് ബോധ്യപ്പെടുത്തി അവർക്ക് അതിനുള്ള പ്രോത്സാഹനം ചെയ്തു കൊടുക്കുന്നു. കുടുംബശ്രീയുടെ 100% ലോണുകൾ ഞങ്ങൾ ഒരെണ്ണം പോലും റിജക്ട് ചെയ്തിട്ടില്ല. എല്ലാ കാര്യങ്ങളും സഹകരണമുണ്ട്. പിന്നെ കുടുംബശ്രീ എന്നാണെങ്കിലും മാക്സിമം സഹകരണം. ഇവൻ നോൺ പേപ്പർ എഴുതാൻ വരെ ആളുകളോട് വരുന്നുണ്ട്. ഈ കുടുംബശ്രീ അവരൊന്ന് സഹകരിക്കുന്നുണ്ട്. ഇവർക്ക് ഭവനശ്രീ ലോണ് നമ്മുടെ അടിവാരം കാനറ ബാങ്കുമായിട്ട് സഹകരിച്ചുകൊണ്ട് 1,20,00,000 രൂപ ഭവന ലോൺ എടുത്തുകൊണ്ട് 229 ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ 510 ഗ്യാസ് കണക്ഷൻ 11,75,000 രൂപ ലോൺ എടുത്തുകൊണ്ട് 510 ഗ്യാസ് കണക്ഷൻ കൊടുത്തു. അതുപോലെ 229 തയ്യൽ മെഷീൻ കൊടുത്തു. അന്ന് ഗവർണറായിരുന്ന RL ഭാട്ടിയുടെ അടുത്ത് നിന്ന് പിന്നെ ഏറ്റവും കൂടുതൽ ഭവനശ്രീ ലോൺ കൊടുത്തതിനുള്ള അംഗീകാരം വാങ്ങിക്കാൻ സാധിച്ചു. എൻ്റെ വാർഡിൽ ഉരുളുപൊട്ടിയ സ്ഥലം തൊഴിലുറപ്പിലെ സ്ത്രീകൾ കുടുംബശ്രീ അംഗങ്ങളും കൂടിയാണ് അവർ വന്ന് കയ്യാല നിർമ്മിച്ചിട്ടുണ്ട്. അത് ശരിക്കും കാണേണ്ട ഒരു ഇതാണ്. ഒരുപാട് ഒത്തിരി ദുർഘടം പിടിച്ച ഒരു വന്ന് രണ്ട് സൈഡും തോന്നി കയ്യാല കെട്ടി നിർമ്മിച്ചു. അങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വനിതകൾക്ക് അതിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഒരു നിരീക്ഷണം അല്ലെങ്കിൽ ഒരു നിർദ്ദേശമായി ഞങ്ങൾക്ക് വെക്കാനുള്ളത്, ഇന്ന് ഞങ്ങളിവിടെ ആട് വളർത്തൽ യൂണിറ്റുകളെയും അതുപോലെ പച്ചക്കറി യൂണിറ്റുകളെയും കണ്ടു. മേഡം പറഞ്ഞു കഴിഞ്ഞൊരു കാര്യം തന്നെയാണ്. ഇവരുടെ ധാരാളം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും അവർക്കത് വിറ്റഴിക്കാനുള്ള ഒരു കഴിവ്, ആട് അതുപോലെ കോഴിമുട്ട, പച്ചക്കറികൾ, ഇതൊക്കെ വിറ്റഴിക്കാനുള്ള പ്രാപ്തി പല സംഘങ്ങളും പല വ്യക്തിഗത സംരംഭങ്ങളും നേടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം അതിനുള്ള ഒരു മാർക്കറ്റിംഗ് സംവിധാനം ഉണ്ടാക്കാനും അതിനെ ഫലപ്രദമായി കൊണ്ടുവരാനുമുള്ള ഒരു ശ്രമം പഞ്ചായത്തിൻ്റെയും കുടുംബശ്രീയുടെയും ഭാഗത്തു നിന്നുണ്ടാവണം എന്ന് ഞങ്ങൾക്ക് പറയാനുണ്ട്. നമുക്ക് ഏറ്റവും അടുത്തൊരു വലിയ ടൗൺ ഉണ്ട്, കോഴിക്കോട് പോലൊരു വലിയ നഗരമുണ്ട്. അതിൻ്റെയൊക്കെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഇതിനെ കുറച്ചുകൂടി മാനേജ്മെന്റ് വൈദഗ്ധ്യത്തോടുകൂടി കുറച്ചുകൂടി ലാഭമുണ്ടാക്കുന്ന തരത്തിൽ പ്രൊഫഷണലായി ഇത് ചെയ്യാനുള്ള ഒരു സംവിധാനം അവരൊറ്റയ്ക്ക് നടന്നിങ്ങനെ വിറ്റ് തീർക്കാതെ കുറച്ചുകൂടി പ്രൊഫഷണലായി ഇവരുടെ അധ്വാന ശക്തിയെ അവരുടെ ക്രയശേഷിയെ വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരണം എന്നൊരു അഭ്യർത്ഥന ഞങ്ങൾക്കുണ്ട്. ഇവിടെ നിരീക്ഷകരായിട്ട് വന്നിട്ടുള്ള അവരുടെ ഇതൊക്കെ കേട്ടിട്ട് അവരുടെ എന്താണ് അഭിപ്രായം എന്ന് ചുരുങ്ങിയ വാക്കുകളില്. പുതുപ്പാടി CDSന്റെ പ്രവർത്തനം വളരെ അഭിനന്ദനീയമായിട്ട് തോന്നി. ഇതിൽ ഉൾപ്പെടാത്ത ഒരു കാര്യം ഒരു സംശയമായിട്ട് നിൽക്കുന്നു. ഈ പുതുപ്പാടി CDSലെ സ്പെഷ്യൽ അയൽക്കൂട്ടങ്ങൾ രൂപീകരിച്ചിട്ടുണ്ടോ? അത് അവിടെ BRCO ബഡ് സ്കൂള് അങ്ങനെയുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു സംശയം. ഇത് ഞങ്ങളുടെ ഉപസമിതിയുടെ കൺവീനർ തന്നെ കാര്യങ്ങൾ പറയും. പുതുപ്പാടി പഞ്ചായത്തിൽ സ്പെഷ്യൽ
കുടുംബശ്രീ രൂപീകരിച്ചിട്ടുണ്ട്. അതേപോലെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള വൃദ്ധന്മാരെ വയോജന ആളുകളെ സംഘടിപ്പിച്ച് സ്പെഷ്യൽ അയൽക്കൂട്ടം രൂപീകരിച്ചിട്ടുണ്ട്. ബെഡ്സ് സ്കൂൾ ഞങ്ങൾക്ക് അതിനുള്ള ഇല്ല, കാരണം അവിടെ 2 ബെഡ്സ് സ്കൂൾ അല്ലാതെ ഉള്ളത് കൊണ്ട് നമുക്ക് കുട്ടികളെ കിട്ടാത്തൊരു പ്രയാസമുണ്ട്. ഗ്രൂപ്പ് സംരംഭങ്ങൾ കുറച്ചും കൂടെ ഉണ്ടാവണമെന്നുള്ള, അല്ലാതെ എല്ലാ പ്രവർത്തനങ്ങളിലും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്, വളരെ അഭിനന്ദനീയം തന്നെ. എന്നാൽ ഈ നമ്മൾ കണ്ട ജെൻഡറിന്റെ പരാതിപ്പെട്ടി, അത് പെട്ടി തന്നെയാണോ ബോക്സ്? ഞങ്ങള് ബോക്സ് തന്നെയാണ് വെക്കുന്നത്. ജെൻഡർ പെട്ടി തന്നെയാണ്. ജെൻഡർ പെട്ടി എന്ന് പറഞ്ഞാല് നമ്മള് പരാതി വരുന്ന അനുസരിച്ച്, അതായത് നമ്മൾ ഒരുപാട് കാലമൊന്നും അവിടെ പൂട്ടിയിടാൻ നമുക്ക് പറ്റാത്തതുകൊണ്ട് വരുന്ന അനുസരിച്ച് ചിലപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ പൊട്ടിക്കേണ്ട അവസരം നമുക്കുണ്ടാവും. നമ്മൾ ഇട്ട് കണ്ടാൽ 2 ദിവസം നമുക്ക് പൊട്ടിച്ചേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വളരെ ചെറിയ രീതിയിലാണ് നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ആ കണ്ട പോലെ തന്നെയാണ്. അപ്പൊ അതിനനുസരിച്ച് പ്രത്യേക ഒരു സെന്റർ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനൊരു കോർണർ തന്നെയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും മിക്കവാറും ജെൻഡറിന്റെ ആർപിമാർ മിക്കവാറും ഓഫീസ് സ്ഥലത്ത് ഞങ്ങൾ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ അതങ്ങനെ പരിഹരിച്ചു പോകുന്നത്. നമ്മുടെ കുടുംബശ്രീയുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾ ഇത്രയും തൃപ്തിയൊക്കെ വെക്കുന്നുണ്ട്, നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ഇനി എത്ര ദൂരം കൂടെ പോയാൽ മതിയാകും? പറയൂ. 2 കിലോമീറ്റർ ആണോ 4 ആണോ? ഞങ്ങൾ ഇപ്പൊ എത്തിയിരിക്കുന്ന ഒരു 1/3 ഭാഗത്തിന് ഞങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം 1/1 കൂടുതലായിട്ടുണ്ട്, 2000-ന്റെ പുറമുണ്ട്. അപ്പൊ ഇനിയും ഇതുവരെ നമുക്ക് ഒരുപാട് സ്പീഡിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും കുറച്ചുകൂടി നല്ല സ്പീഡിൽ പോകാൻ കഴിയുമെന്നാ തോന്നുന്നത്. നമ്മൾ ഡയറി യൂണിറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡയറി യൂണിറ്റ് നടത്തുന്നത് കൊണ്ട് അത് നടത്തപ്പെടുന്ന ആൾക്കാർക്ക് ലാഭകരമാണോ, അതിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും മറ്റു കാര്യങ്ങളും, അതോടൊപ്പം തന്നെ ആ ഡയറി യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ആൾക്കാരുടെ ആ ഒരു ദിവസത്തെ കൂലിയും വെച്ച് നോക്കുമ്പോൾ, അവരുടെ കഷ്ടപ്പാട് കൂലിയും കൂടെ വെച്ച് നോക്കുമ്പോൾ ഡയറി യൂണിറ്റ് ലാഭകരമായി പോകുന്നുണ്ടോ? പാല് കുറയുള്ള സമയത്ത് ഞങ്ങൾക്ക് 80 ലിറ്റർ പാലൊക്കെയാണ് ഏറ്റവും കുറഞ്ഞ സമയം. ആ സമയത്ത് ഞങ്ങൾക്ക് ഒരു മാസം എല്ലാ ചെലവും കഴിച്ചൊരു 30,000 രൂപ കിട്ടുന്നുണ്ട്. ഞാനും എൻ്റെ ഭർത്താവും പിള്ളേരുമാണ് ഇത്, ഞങ്ങൾ കുടുംബം ആയിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. വേറെ ജോലിക്കാരെ ഒന്നും ഞങ്ങൾ വെച്ചിട്ടില്ല. പിന്നെ കൂടുതൽ പാല് ഒരു മാക്സിമം 130 ലിറ്റർ വരെയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു മാസം 60,000 രൂപ വരെയൊക്കെ ലാഭം ഉണ്ടായിട്ടുണ്ട്. അഗതിയാശ്രയ പദ്ധതിയെ പറ്റി നമ്മൾ വിശദീകരിച്ചില്ലായിരുന്നു. അപ്പൊ അവർക്ക് ഭക്ഷണം മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് ഏത് തരത്തിലാണെന്ന്? 2008-2009 കാലയളവിൽ ഞങ്ങൾ സർവേ പരിശോധിക്കുകയും അതിന്റെ ഭാഗമായിട്ട് 126 ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുകയും അവർക്ക് കൃത്യമായി എല്ലാ മാസവും പോഷകാഹാര കിറ്റ്, അതായത് കടല, ചെറുപയർ, മമ്പയർ അങ്ങനെ എല്ലാ സാധനവും നൽകുകയും പിന്നെ അതേപോലെ റേഷൻ കട വഴി അരി കാര്യങ്ങൾ നൽകുകയും ചെയ്തു. പിന്നെ അതേപോലെ ഞങ്ങൾക്ക് ST മേഖലയിൽ പ്രത്യേക ആശ്രയ പ്രൊജക്ട് ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്തു. 44 കുടുംബങ്ങളെ വെച്ച് പ്രത്യേക പ്രോജക്റ്റ് രൂപീകരിച്ച് അത് ജില്ലാ മിഷന്റെ അംഗീകാരത്തോടു കൂടി അവർക്ക് പോഷകാഹാര കിറ്റ് നൽകുന്നുണ്ട്. ഒരു സാമൂഹ്യ മാറ്റ പ്രക്രിയയിൽ നമ്മളുടെ ഒരു പങ്കാളിത്തം എങ്ങനെയാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പലപ്പോഴും നമ്മൾ പഠനവിധേയമാകുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളിലുണ്ടായ ഒരു മാറ്റം എങ്ങനെയാണ് ഒരു പ്രക്രിയയായി സ്ത്രീകളിൽ മാറ്റമുണ്ടാകുന്നത്, ആ മാറ്റങ്ങൾ എങ്ങനെയാണ് കുടുംബത്തിലേക്ക് വന്നത്, കുടുംബത്തിന്റെ പല പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ എന്താ പറയുക പബ്ലിക് സ്പിയറിലുള്ള സ്ത്രീകളുടെ പ്രാതിനിധ്യവും മറ്റു പ്രവർത്തനങ്ങളിലും ഒക്കെയുള്ള വ്യത്യാസങ്ങളെ പ്രത്യേകിച്ച് പുതുപ്പാടിയുടെ ഒരു ഡിസ്കഷനകത്തോടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു പ്രക്രിയയെ സഹായിക്കുന്ന തരത്തിലേക്ക് ചില പ്രവർത്തനങ്ങളൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞാൽ അയൽക്കൂട്ടങ്ങളിലേക്ക് കുറച്ചുകൂടെ കേന്ദ്രീകൃതമായിട്ട് നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ, ഇപ്പം ജെൻഡർ സെൽഫ് ലേണിംഗ് പ്രോഗ്രാം എന്ന് പറയുന്ന നമ്മുടെ സ്വയം പഠന പ്രക്രിയയിൽ കൂടുതൽ അയൽക്കൂട്ടങ്ങളെ നമ്മൾ വിധേയമാക്കുക. നമ്മുടെ അയൽക്കൂട്ടാംഗങ്ങൾക്ക് കൂടുതലായിട്ട് ചിന്തകളിലും അവരുടെ പഠനങ്ങളിലും അവരുടെ മനോഭാവത്തിലും ഒക്കെ അവരെ മാത്രമല്ല അവരുടെ കുടുംബങ്ങളെ കൂടെ മാറ്റുന്നതിനുള്ള ഒരു പ്രക്രിയയിലേക്ക് നമ്മൾ മുമ്പോട്ട് നീക്കണം. അത് മാത്രമല്ല നമ്മുടെ ബാലസഭകളെ ആക്റ്റീവ് ആക്കുകയും വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിലൂടെ അവരെ മുമ്പോട്ട് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് അത് നിങ്ങൾ നേരത്തെ ഷെയർ ചെയ്ത് കാണും. അതേപ്പറ്റി വീണ്ടും പറയേണ്ടതായിട്ട് ആവശ്യമില്ല.
ഈ റൗണ്ടിൽ നിങ്ങൾക്ക് 50 മാർക്കാണ് നിങ്ങളുടെ ഇന്നത്തെ സ്റ്റുഡിയോയിലെ പ്രകടനത്തിന്. അപ്പൊ 50-ൽ എത്ര മാർക്കാണ് തരാമെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. കണ്ണമാഷിനോട് തന്നെ ചോദിക്കും. ഇപ്പോഴത്തെ 50-ല് 15 മാർക്ക് വീതം റെഗുലർ ജൂറിക്ക് ഉണ്ട്. ബാക്കി 5 മാർക്ക് വിദഗ്ധയായിട്ട് വന്നിട്ടുള്ള പ്രൊഫസർ ഗീതക്കുട്ടി അതിലെത്രയാണെന്ന് അത് നിശ്ചയിക്കും. അപ്പോൾ എനിക്കുള്ള 15 മാർക്കിന്റെ മാർക്ക് പറയുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ ഇവിടെ എടുത്തു പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കുറച്ച് വിപുലമായിട്ട് തന്നെ നമ്മൾ ചർച്ചകൾ നടത്തി നിങ്ങളുടെ പ്രവർത്തനത്തെ ഒക്കെ കുറിച്ച്. പല പ്രവർത്തനങ്ങളും നന്നായി നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് വ്യക്തിഗത സംരംഭങ്ങളുണ്ട്. കൂട്ടായ സംരംഭങ്ങൾക്കാണ് നമ്മൾ കുറെ കൂടി പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം അത് സുസ്ഥിരമായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് കുടുംബശ്രീയുടെ ഒരു ലക്ഷ്യം കൂടെ. എങ്കിലും അതും വ്യക്തിഗതവും നല്ലതാണ്. അങ്ങനെ ഈ പറഞ്ഞ മാതിരി ഏകദേശം 3-2 വിഭാഗം ആൾക്കാരെയും ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്കുള്ള ഒരു ചെറിയൊരു ആശങ്ക എന്ന് വെച്ചാൽ അതിൽ SC വിഭാഗത്തെയും ST വിഭാഗത്തെയും വെറും അംഗങ്ങളായി കൊണ്ടുവന്നാൽ മാത്രം പോരാ, ട്രസ്റ്റിന് മാത്രം കാര്യമായിട്ട് ഈ രംഗങ്ങളിൽ കൊണ്ടുവരണം. നമ്മൾ എന്തു തന്നെ പറഞ്ഞാലും, എത്ര പ്ലാൻ കഴിഞ്ഞാലും, എത്ര ഫണ്ട് അവർക്ക് നീക്കി വെച്ചാലും ഇന്നും അവർ മറ്റുള്ളവരെക്കാൾ വളരെ പിന്നോക്കമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിന് ചരിത്രപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒന്നും ഉത്തരവാദികൾ നമ്മളല്ല. പക്ഷേ എങ്കിലും നമുക്കൊരു ബാധ്യതയുണ്ട്. അപ്പോൾ ആ ബാധ്യത, അതിനുള്ള ഒരു, നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, നല്ല പ്രവൃത്തി, നല്ല ഭാഷ മാത്രമല്ല, നല്ല ബുദ്ധിയും നല്ല ഭാഷയും. നല്ല ബുദ്ധിയും നല്ല ഭാഷയും ഉണ്ടെങ്കിൽ നല്ല പ്രവൃത്തി വരും. അപ്പോൾ ഇതും കൂടെ കുറച്ചുകൂടി കണക്കിലെടുക്കണം എന്ന് എനിക്കൊരു പ്രത്യേകമായിട്ടുള്ളൊരു നിർദ്ദേശമുണ്ട്. അതിനൊരു വെയിറ്റേജ് എപ്പോഴും കൊടുക്കുന്നതാണ്. പിന്നുള്ളൊരു നിർദ്ദേശം, നമ്മുടെ ഈ തൊഴിൽ നൈപുണ്യ പരിശീലന കേന്ദ്രം, അതിൻ്റെ പ്രപ്പോസലിനെ കുറിച്ച് പറഞ്ഞു ഇവിടെ ചെയർമാൻ, ക്ഷേമകാര്യ ചെയർമാൻ. വളരെ നല്ലൊരു വാർത്തയാണ് അദ്ദേഹം പറഞ്ഞത്. MLA ഫണ്ട് ഉപയോഗിച്ച് 60 ലക്ഷത്തിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് അതിനെപ്പറ്റിയുള്ള അവരുടെ ചില ചിന്തകളെ പറ്റി പറഞ്ഞപ്പോൾ വളരെ നല്ല സന്തോഷം തോന്നി. കാരണം ഒരുപാട് ഐഡിയാസ് ഉണ്ട്. അപ്പോൾ അതിനെ, ഈ ഐഡിയാസ് എല്ലാം നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ മാത്രം വെച്ചതുകൊണ്ട് കാര്യമില്ല. അത് പേപ്പറിൽ ഒരു പദ്ധതിയാക്കി മാറ്റണം. എനിക്കുള്ള ചില നിർദ്ദേശം, അത് നിങ്ങൾ എടുത്തോളം നിർബന്ധമൊന്നുമില്ല, പക്ഷെ എനിക്കത് പറയാമല്ലോ അല്ലേ. അതായത് ഞാൻ പല പഞ്ചായത്തും കാര്യോടും പറയുന്നതാണ്. ഇപ്പം ഈ പ്രവർത്തനങ്ങൾ മേഖല എടുത്തു കഴിഞ്ഞാൽ മിക്കതും കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ഭക്ഷ്യ സംസ്കരണമായാലും ഭക്ഷണം ഉണ്ടാക്കുന്നതായാലും മൃഗസംരക്ഷണമായാലും അതിൻ്റെ മറ്റു കാര്യങ്ങളായാലും തന്നെ. പക്ഷേ അതിന് വേണ്ട ആധുനികവൽക്കരണത്തിന് വേണ്ട പരിശീലന കേന്ദ്രങ്ങൾ തുലവും കുറവാണ്. ഇടയ്ക്കും തലയ്ക്കും ഒക്കെ ഇങ്ങനെ ഇവർ വന്ന് കൃഷിഭവൻകാർ വന്ന് ഒരാഴ്ചത്തെ ഇത്, അല്ലെങ്കിൽ നമ്മൾ യൂണിവേഴ്സിറ്റി പോയി അവരെ വിളിച്ചു കൊണ്ടുവന്ന് ചില ട്രെയിനിങ്ങുകൾ. സ്ഥിരമായിട്ട് പ്രാദേശിക ലെവലിൽ ഒരു പരിശീലന കേന്ദ്രമില്ല. നമുക്ക് വേണ്ടത് ഇപ്പോഴും, പ്രത്യേകിച്ച് ഇപ്പോൾ ജൈവ കൃഷിയുടെ ഈ കാലഘട്ടത്തിൽ അതിനൊരു ശാസ്ത്രീയമായിട്ടുള്ള പരിശീലനം വേണം. എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട രണ്ടും അറിഞ്ഞിരിക്കണം. ഇപ്പോൾ എല്ലാവരുടെയും തയ്യലുണ്ട്. സാധാരണഗതിയിൽ കുട്ടികൾ തയ്ക്കുന്നു, കൊടുക്കുന്നു. ഇപ്പം നൈറ്റിയൊക്കെയാണ് കൂടുതലായിട്ടൊക്കെ. പക്ഷേ ഇന്ന് വളരുന്ന തലമുറയ്ക്ക് ഫാഷനെ കുറിച്ച് ഒരുപാട് ധാരണകളുണ്ട്. അതിന് ശാസ്ത്രീയമായിട്ട് കട്ടിങ്ങൊക്കെ അറിയണം, ഫാഷൻ ഡിസൈൻ. അപ്പോൾ ഒരു ഫാഷൻ ഡിസൈനിങ്ങിൽ ഒരു പരിശീലനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ടൈലറിങ് ഒരു ആധുനിക തരത്തിലുള്ളൊരു ടൈലറിങ് ആയിട്ട് മാറി. അപ്പോൾ അതിൻ്റെ മൂല്യവും വർദ്ധിക്കും ഇല്ലേ. ഈ കോളേജ് കുട്ടികൾക്ക് വേണ്ട ഉടുപ്പുകളും ഷർട്ടുകളും ഒക്കെ തയ്ക്കുന്ന. അപ്പം അങ്ങനെ നമ്മൾ ആധുനികവൽക്കരണത്തിൻ്റെ ഒരു പാതയിൽ നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ അഭിരുചിക്കും അനുയോജ്യമായ തരത്തിൽ മാതൃകാപരമായിട്ട് നമുക്കൊരു പരിശീലന കേന്ദ്രം സ്ഥാപിക്കാനായിട്ട് ആലോചിക്കുകയാണെങ്കിൽ അതിന് നല്ലൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഞാൻ ആദ്യം മനസ്സിൽ വിചാരിച്ചത് എൻ്റെ 15 മാർക്കിൽ ഒരു 75% തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെച്ച് ഈ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം കൂടെ പറഞ്ഞപ്പോൾ ഒരു 2% കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ 15ൻ്റെ 77% മാർക്ക് അതെത്രയാണ്? അപ്പോൾ അതിന് കമ്പ്യൂട്ടർ വേണം അല്ലേ. അങ്ങനെ നോക്കിയാൽ അത് 11.2 എന്നുള്ളത് 11.5 ആവും. അപ്പോൾ 15 മാർക്കിൽ 11.5 മാർക്ക് തന്നിരിക്കുന്നു. 15ൽ 11.5 മാർക്കാണ് കണ്ണൻമാഷ് തന്നിരിക്കുന്നത്. പുതുപ്പാടി CDSന്റെ എല്ലാ കേട്ടവും നിങ്ങൾ വിസിറ്റിന്റെ കാര്യങ്ങൾ നമ്മൾ ഫിലിം കണ്ടു. എനിക്കൊരു റിമാർക്കുണ്ട്. ഈ ടീം അവിടെ പോയപ്പോൾ നിങ്ങൾ എല്ലാ സ്ഥലം നിങ്ങൾ കൊണ്ടുപോയിട്ടില്ല, സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടില്ല, കാണിച്ചിട്ടില്ല.
പിന്നെ ഇല്ലല്ല ഞാൻ പറയട്ടെ, ലോണ്ട്രി യൂണിറ്റ്, പിന്നെ പോട്ടറി യൂണിറ്റ്, അതെല്ലാം നമ്മൾ ഫിലിമിൽ കണ്ടു. പിന്നെ ടൈലറിംഗ് യൂണിറ്റ് പറഞ്ഞു, മാസച്ചന്ത, ഇതൊന്നും കാണിച്ചിട്ടില്ല. ഇതെല്ലാം കാണിക്കാനായിരുന്നു. നമ്മുടെ ഉദ്ദേശം നന്നായിട്ട് പ്രവർത്തിക്കുന്ന യൂണിറ്റ്സും പിന്നെ സസ്റ്റൈനബിൾ, സുസ്ഥിരമായിട്ട് പ്രവർത്തിക്കുന്ന യൂണിറ്റ്സ്, അത് ഈ രണ്ടിൻ്റെ ഒരു ഗ്ലിംസ് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. പിന്നെ നിങ്ങളുടെ ഹാർമണി, യൂണിറ്റി, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് പ്രവർത്തിക്കുന്നു. പിന്നെ കൾച്ചറൽ പ്രോഗ്രാംസ് വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഫോക്കസ് വേണം, പ്ലാനിങ് ആവശ്യം. അത് ചെയർപേഴ്സണിനെയും പഞ്ചായത്ത് പ്രസിഡന്റിനെ രണ്ട് കൂട്ടരത് ഒരു നല്ല പ്രോഗ്രാം ഉണ്ടാക്കണം. എന്ത് ചെയ്യണം, ഈ സ്കിൽ ഡെവലപ്മെന്റോ അല്ലെങ്കിൽ പുതിയ മൈക്രോ സംരംഭങ്ങളുടെ കാര്യമോ, അതെല്ലാം ഒരു പ്ലാനിങ് ചെയ്തിട്ട് നടക്കണം. മാർക്കറ്റ് സർവേ വേണം. ഏതൊക്കെ നിങ്ങൾക്ക് ആവശ്യം അത് നോക്കി ചെയ്യാൻ ആവശ്യമുണ്ട്. പിന്നെ ഇത് സംഭവിച്ചത് ചിലപ്പോൾ സ്റ്റേറ്റ് മിഷനിൽ നിന്ന് ഒരു ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അത് സംബന്ധിച്ച് ഒന്ന് ശ്രദ്ധിക്കണം. എനിക്ക് പുതുപ്പാടി CDSന് ഞാൻ നൽകുന്നത് 15-ൽ 12 മാർക്ക്. വളരെ വിശദമായി ഉള്ള ഇവാലുവേഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അവിടെ വന്ന് നിങ്ങളെല്ലാവരെയും കണ്ടതുമാണ്. എനിക്ക് വീണ്ടും നിങ്ങളോട് പറയാനുള്ളത്, ഒരുപാട് സാധ്യതകളുള്ള ഒരു സ്ഥലമാണ് പുതുപ്പാടി. പല രീതിയിൽ അവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെ തോത് നോക്കിയാലും മറ്റുള്ള സാധ്യതകൾ നോക്കിയാലും ഒക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളും നേടാനുള്ള സമീപസ്ഥമായിട്ട് അതിനുള്ള സൗകര്യങ്ങളുണ്ട്. മാർക്കറ്റിംഗ് നടത്താൻ പറ്റുന്ന ഒരു മേഖലയാണ്. ഇത്തരം കാര്യങ്ങളുടെ മാർക്കറ്റിങ്ങിനെ വിപുലീകരിക്കാൻ പറ്റുന്ന മേഖലയാണ്. പക്ഷെ അത്തരം സാധ്യതകളെ പ്രയോജനപ്പെടുത്താനുള്ള ഒരു ശേഷി CDS ആർജിക്കണം. പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി തന്നെ CDS ആ ഒരു ശേഷി ആർജിക്കണം എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കണം. ഇപ്പോൾ നല്ല രീതിയിൽ നടക്കുന്ന സംരംഭങ്ങൾ കൂടാതെ അത്തരം പുതിയ കുറച്ച് കാര്യങ്ങൾ കൂടി കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിയണം. ഈ വളരെ സന്തോഷം ഉള്ള ഒരു അനുഭവമായിരുന്നു അവിടുത്തെ നല്ല മനോഹരമായ പ്രകൃതിയും ഒക്കെ ആയിരുന്നതുകൊണ്ട്. ഇനിയും കുടുംബശ്രീയിലേക്ക് വരാത്ത ആൾക്കാർ അവിടെ ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ 100% എന്ന് പറഞ്ഞാലും ഇനിയും വരാത്ത ആൾക്കാർ ധാരാളമുണ്ട്. പിന്നെ ഈ ഭക്ഷ്യ സംസ്കരണം പോലെ അടുത്ത പടിയിലേക്ക് പോകുന്ന, ഇപ്പോൾ നിലവിൽ നിൽക്കുന്നതിൽ നിന്ന് അടുത്ത പടിയിലേക്ക് പോകുന്ന എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന് ആലോചിക്കുക. പ്രാന്തവൽകൃതരായി നിൽക്കുന്ന ആൾക്കാരെ കൂടുതൽ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഞാൻ നൽകുന്നത് 15-ൽ 11.5. ഗീതക്കുട്ടി മാം, എത്ര മാർക്കാണ് ഇവർക്ക് 5-ൽ നൽകുന്നത്? കുടുംബശ്രീ സംവിധാനം ഉപയോഗിച്ചിട്ട് ആ പ്രദേശത്തെ കർഷകർക്ക് പൊതുവെയും പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് തീരെ വില കുറച്ച് വിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുവേണ്ട വൈദഗ്ധ്യവും അതിനുവേണ്ട വിപണന സൗകര്യവും ഒക്കെ ഉണ്ടാക്കുന്ന തലത്തിലേക്കുള്ള പശ്ചാത്തല വികസനവും സ്ഥാപനവും ഒക്കെ ഉണ്ടാക്കും എന്നുള്ളത് നിങ്ങൾ പറയുന്നതും ഞങ്ങൾ കേട്ടു. അത് വളരെയധികം സന്തോഷമുണ്ടാക്കുന്നു. പഞ്ചായത്തിനെ കുടുംബശ്രീയും കുടുംബശ്രീയെ പഞ്ചായത്തും കൂടുതലായിട്ട് അന്യോന്യം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ച് വളരുന്ന ഒരു തലത്തിലേക്ക് നിങ്ങൾ എത്തും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് 5-ൽ 4 മാർക്ക്. പുതുപ്പാടി CDSന് ഇന്നത്തെ പ്രകടനത്തിന് ഇവർക്ക് ലഭിച്ചിരിക്കുന്ന ആകെ മാർക്ക് 50-ൽ 39. പുതുപ്പാടിയിലേക്കുള്ള വിധികർത്താക്കളുടെ സന്ദർശനത്തിന്റെയും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനത്തിൽ 50 മാർക്ക് കൂടി പുതുപ്പാടിക്ക് സ്വന്തമാക്കാം. ഇതിൽ എത്ര മാർക്കാണ് പുതുപ്പാടി സ്വന്തമാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് കണ്ണമാഷിനോട് തന്നെ ചോദിച്ചറിയാം. 50 മാർക്കിന്റെ ആണല്ലോ പറഞ്ഞത്. ബാക്കി 50 മാർക്കുണ്ട്. ഈ ബാക്കി 50 മാർക്ക് 3 വിഭാഗങ്ങളിലാണ് നമ്മൾ നോക്കുന്നത്. അതിലത്തെ ഒന്ന്, കഴിഞ്ഞ റൗണ്ടിൽ കിട്ടിയ മാർക്കിന്റെ 20% ഇങ്ങോട്ട് എടുക്കും. അത് പുതുപ്പാടിക്ക് കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് റൗണ്ടിന്റെ 20% എന്ന് പറഞ്ഞാൽ 15.8. ബാക്കിയുള്ള ഒരു 20 മാർക്ക് ഇവർ സന്ദർശനത്തിന് വന്ന ശേഷം 20 മാർക്കിൽ എത്ര മാർക്കാണെന്നുള്ളതിൻ്റെ കൊടുത്തിട്ടുണ്ട്. അത് 20-ൽ 13.5 മാർക്കാണ് ആ സന്ദർശനത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്തിരിക്കുന്നത്.
ബാക്കിയുള്ള 10 മാർക്കുണ്ട്. ഈ 10 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ തന്നിട്ടുള്ള രേഖകൾ പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സാമൂഹ്യ പങ്കാളിത്തം, വിദ്യാഭ്യാസ നിലവാരം, മറ്റ് എത്ര പേര് JLGയിലും സംരംഭങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ട്, നേരത്തെ പറഞ്ഞില്ലേ 2/3 വിഭാഗത്തോളം ആൾക്കാർക്ക് ജോലി എന്തെങ്കിലും ആയിട്ടുണ്ട് എന്നുള്ളതൊക്കെ, അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അതിൽ 10ൽ 5.5 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ 50ൽ 34.8 മാർക്ക്. 50ൽ 34.8 മാർക്കാണ് ആദ്യ ഭാഗത്ത് പുതുപ്പാടി സ്വന്തമാക്കിയത്. രണ്ടാം ഭാഗത്ത് 50ൽ 39 മാർക്ക്. അങ്ങനെ പുതുപ്പാടി സ്വന്തമാക്കിയിരിക്കുന്ന ആകെ മാർക്ക് 100ൽ 73.8. നേന്ത്രക്കുലകളുടെയും മുട്ടക്കോഴിയുടെയും കറിമസാലയുടെയും ഒക്കെ രൂപത്തിൽ കുടുംബശ്രീ വനിതകൾ നടത്തുന്നത് ജീവിതത്തോടുള്ള സന്ധിയില്ലാ സമരമാണ്. തോൽവി ഇവർക്ക് പുത്തരിയൊന്നുമല്ല, പക്ഷെ തോറ്റുകൊടുക്കാൻ ഇവർക്ക് മനസ്സില്ല. ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ 2ാം ഘട്ട മത്സരവേദിയിൽ മറ്റൊരു CDSുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാടിനും വീടിനും നന്മ